ന്യായാധിപന്മാരുടെ പുസ്തകം 14-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യവും 15-ാം അധ്യായത്തിന്റെ 11-ാമത്തെ 2 വാക്യമാണ് നാം വായിച്ചത്. ഒരു പ്രാവശ്യം കൂടി വായിച്ച് നാം കേൾപ്പിക്കാം. അത് കഴിഞ്ഞ ശേഷം നമുക്ക് 13-ാം അധ്യായത്തിൽ ഒരു വാക്യം കൂടി നാം വായിക്കേണ്ട ആവശ്യമാണ്. അതിന്റെ സ്തോത്ര 4-ാമത്തെ വാക്യം മുതൽ വായിക്കുകയും ചെയ്യണം, അല്ലെങ്കിൽ 5-ാമത്തെ വാക്യം. ഓക്കെ, വായിച്ചു. ഇത് യഹോവയാൽ ഉണ്ടായതെന്ന് അവന്റെ അപ്പനും അമ്മയും അറിഞ്ഞില്ല. അവൻ ഫെലിസ്ത്യരുടെ നേരെ അവസരം അന്വേഷിക്കുകയായിരുന്നു. ആ കാലത്ത് ഫെലിസ്ത്യരായിരുന്നു ഇസ്രായേലിനെ വാണിരുന്നത്. 15-ാമത്തെ വാക്യവും കൂടെ. അപ്പോൾ യഹൂദയിൽ നിന്ന് 3000 പേർ ഏതാപ്പാറിലെ ഗഹരത്തിൽ ചെന്ന് ശിംശോനോട് ഫെലിസ്ത്യർ നമ്മെ വാഴുന്നുവെന്ന് നീ അറിയുന്നില്ലയോ? ഞങ്ങൾ വാഴുന്നത് നീ അറിയുന്നില്ല. അതിനു മുമ്പിൽ 13-ാമത്തെ വാക്യത്തിന്റെ 5-ാമത്തെ 13-ാമത്തെ അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യം കൂടെ. ഈ ഗർഭധരിച്ച മകനെ പ്രസവിക്കും, അവർ തന്നെ ശൗകത്തിൽ തൊടുവിക്കരുത്. ബാലൻ ഗർഭമുതൽ ദൈവത്തിന്റെ നാസിയിലായിരിക്കും. അവൻ ഇസ്രായേലിനെ ഫെലിസ്ത്യരുടെ കയ്യിൽ നിന്ന് രക്ഷിപ്പാൻ തുടങ്ങും. ഈ 3 വാക്യമാണ് നമ്മുടെ ജീവിതത്തിനകത്ത് ഇന്നത്തെ ഉപവാസ പ്രാർത്ഥനയിൽ നാം ചിന്തിച്ചു തുടങ്ങിയ വാക്യം. 40 വർഷത്തെ അടിമച്ചങ്ങളിൽ പൊട്ടിക്കുവാൻ പരിശുദ്ധാത്മാവ് തിരഞ്ഞെടുത്ത ശിംശോന്റെ വിഷയമാണ് നാം ധ്യാനിച്ചുകൊണ്ടിരിക്കുന്ന മേഖല. അതിന്റെ ശ്രേഷ്ഠമായ 2-ാമത്തെ ഘട്ടത്തിലേക്ക്, വെളിപ്പാടിലേക്ക് നമുക്ക് നീങ്ങാം. വായിക്കാം. അതിന്റെ 13-ാമത്തെ അധ്യായത്തിന്റെ 24-ാമത്തെ വാക്യം മുതൽ കൂടെ വായിക്കാമോ? അനന്തരം സ്ത്രീ ഒരു മകനെ പ്രസവിച്ചു, അവന് ശിംശോൻ എന്ന് പേരിട്ടു. ബാലൻ വളർന്നു, യഹോവ അവനെ അനുഗ്രഹിച്ചു. സോരയ്ക്കും എസ്തയോലിനും മധ്യയുള്ള മകനെ ദാനിൽ വെച്ച് യഹോവയുടെ ആത്മാവ് അവനെ ഉദ്ദീപിപ്പിച്ചു തുടങ്ങി. ഒരു പ്രാവശ്യം വായിക്കാം. അനന്തരം സ്ത്രീ ഒരു മകനെ പ്രസവിച്ചു. നമ്മൾ പറഞ്ഞു 11-ാമത്തെ അധ്യായത്തിനകത്ത് മനോഹയുടെ ഭാര്യയോട് പരിശുദ്ധാത്മാവ് അയച്ച ദൂതൻ അക്കമിട്ട് തന്റെ തലമുറയെ കുറിച്ച് പറഞ്ഞ കാര്യം, അത് തന്റെ ഭർത്താവിനെ വേഗത്തിൽ വിളിച്ചുകൊണ്ട് വന്നു. ഭർത്താവിനോടും ആ കാര്യം പറഞ്ഞു. ഭർത്താവ് പറയുന്നു, നമ്മൾ ദൈവത്തെ മുഖാമുഖം കണ്ടതുകൊണ്ട് മരിക്കുമോ? പുള്ളിക്കാരി പറഞ്ഞു, മിണ്ടാതിരിക്കാൻ പറഞ്ഞു. അങ്ങനെ മരിക്കണമെങ്കിൽ ദൈവം നമ്മുടെ യാഗത്തിൽ പ്രസാദിക്കുമോ എന്ന വാക്ക് പറഞ്ഞ് ഭർത്താവിനെ ഭാര്യ മൗനമാക്കി വെച്ചു. കാര്യം ഭർത്താവിന് കാഴ്ചപ്പാടില്ലാത്തത് കൊണ്ടാണ്, ഭാര്യയെ കാഴ്ചപ്പാടുള്ളത് കൊണ്ടാണ് അങ്ങനെ അന്വേഷണം വെളിപ്പെട്ടു വന്ന കാര്യം. 24-ാമത്തെ വാക്യം, ദൈവം പറഞ്ഞതുപോലെ തന്നെ ആ സ്ത്രീ ഒരു മകനെ പ്രസവിച്ചു, അവന് ശിംശോൻ എന്ന് പേരിട്ടു. നാം രാവിലെ ശിംശോൻ എന്ന വാക്കിന്റെ അർത്ഥം നമ്മൾ ആത്മാവ് ചിന്തിച്ചു. ഒന്ന്, ചെറു സൂര്യൻ എന്ന വാക്ക് നാം ചിന്തിച്ചു. 2-ാമത്തെ വാക്ക് ശക്തി ഉള്ള മനുഷ്യൻ, ശക്തിപ്പെടുത്തുന്നവൻ, ശക്തി പ്രാപിച്ചവൻ, ദൈവത്തിന്റെ ശക്തി അനുഭവിച്ചവൻ എന്നൊക്കെ അർത്ഥം വരുന്നതിലേക്ക് ശക്തൻ എന്ന പദം സൂര്യന്റെ പ്രഭ പോലെ നിൽക്കുന്ന ചെറു സൂര്യൻ എന്ന വാക്കും താമേ ശിംശോൻ എന്ന വാക്കിന്റെ അർത്ഥം വരുന്നുണ്ട്. യഹോവ അവനെ അനുഗ്രഹിച്ചു. എന്തിനെ അനുഗ്രഹിച്ചത്? 40 വർഷത്തെ ഫെലിസ്ത്യരുടെ കയ്യിൽ നിന്നും തന്റെ ജനത്തെ വിടുവിപ്പാനുള്ള ഒരു കൈവെപ്പ്, ഒരു അനുഗ്രഹമാണ് നാം വാക്ക് വായിക്കുന്നത്. 25-ാമത്തെ വാക്യം, സേരിക്കും എസ്തയോലിനും മധ്യയുള്ള മകനെ ദാൻ. മകനെ ദാൻ എന്ന വാക്കിന്റെ അർത്ഥം ദൈവത്തിന്റെ സേന എന്നാണ്. മകനെ ദാൻ വെച്ച് വായിച്ചു. യഹോവയുടെ ആത്മാവ് അവനെ ഉജ്ജീവിപ്പിച്ചു തുടങ്ങി. എനിക്ക് അതൊരു സബ്ജക്റ്റ് ആണ് പ്രസംഗിക്കേണ്ടത്. പക്ഷെ ആ സബ്ജക്റ്റ് ഞാൻ തൊട്ടാൽ അവൻ നമ്മുടെ ദൂത് മറ്റൊരു ലെവലിലേക്ക് മാറുമെന്നതുകൊണ്ട് അതിന് ബേസ് ചെയ്തുകൊണ്ട് തന്നെ എനിക്ക് 4 ഔട്ട്സൈഡ് പോയിന്റ് എനിക്ക് പറയാൻ താല്പര്യമുണ്ട്. അത് മക്കൾ സവിസ്തരം ആ ഭാഗം നിൽക്കണം. ഞാൻ ഇന്ന് യാത്രയിൽ എടുക്കാൻ ഉദ്ദേശിക്കുന്ന മേഖല ഫെലിസ്ത്യന്റെ കയ്യിൽ നിന്നും ദൈവം 40 വർഷം അടിമയാക്കി വെച്ച ഫെലിസ്ത്യന്റെ കയ്യിൽ നിന്നും ശിംശോനിൽ കൂടെ പരിശുദ്ധാത്മാവ് വിടുവിച്ചു കൊണ്ടുവരുന്നതാണ്. ഈ ദൂതിന് ആശീർവാദം പറയുന്ന മുമ്പിൽ തന്നെ നമ്മുടെ ഈ ചില ചങ്ങലകളും അടിമത്തക്കെട്ടുകളും നാം നോക്കി നിൽക്കുമ്പോൾ തന്നെ നമ്മുടെ ചെവി കേൾക്കത്തക്കവണ്ണം ആ ചങ്ങലകൾ അടിയുന്നത് നമുക്ക് ആത്മാവിൽ മനസ്സിലാക്കണം. അതുകൊണ്ട് അക്കമിട്ട് ഞാൻ ദൂതിനെ അല്പവിശാലമായി ശുശ്രൂഷിപ്പാൻ കർത്താവിന്റെ നാമത്തിൽ ആഗ്രഹിക്കുന്നു. അവൻ മകനെ താൻ വെച്ച് യഹോവയുടെ ആത്മാവ് അവനെ ഉജ്ജീവിപ്പിച്ചു തുടങ്ങി എന്ന വാക്കാണ്. എനിക്കത് ശ്രേഷ്ഠമായ ഒരു ആലോചന വെളിപ്പാടുമാണ്. അപ്പൊ ആ വാക്ക് അവൻ മനോഗയ്ക്ക് കിട്ടാത്ത വാക്ക് തന്റെ അമ്മ
പ്രാപിച്ചു എന്ന് മാത്രമാണ്. പക്ഷെ പരിശുദ്ധാത്മാവ് എന്ന പദം അവർക്ക് രണ്ടുപേർക്കും വന്നിട്ടില്ല. പക്ഷെ പരിശുദ്ധാത്മാവ് ശിംശോനെ ഉത്തരിപ്പിച്ചു, പ്രേരിപ്പിച്ചു, ഇൻസ്പിറേറ്റ് ചെയ്തു, കുത്തി കുത്തി പോ 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 എന്ന് പറഞ്ഞ് അവൻ ദൈവം യാത്ര ചെയ്യിപ്പിക്കുന്നത്. ഇവിടെ വെളിപ്പാട് ഞാൻ പറയാം, അവൻ നമ്മെ ദൈവാത്മാവ് സൃഷ്ടിച്ചതും നമ്മുടെ തലമുറയെ ദൈവം നമുക്ക് തന്നതും ദൈവത്തിന്റെ പദ്ധതി ചെയ്യിപ്പിക്കാൻ കഴിയാണ്. ആ ദൈവത്തിന്റെ പദ്ധതി ചെയ്യിപ്പിക്കാൻ കഴിയാണെങ്കിൽ നാം അറിയാതെ നമുക്ക് വേണ്ടി പരിശുദ്ധാത്മാവ് നമ്മെ ചെയ്യും. പോ, ആ കാര്യം ചെയ്യുമെന്ന് പറഞ്ഞ് അത് ചെയ്യിപ്പിക്കത്തക്കവണ്ണം നാം പോലും ആവശ്യപ്പെടാതെ വണ്ണം പരിശുദ്ധാത്മാവ് നമ്മെ പ്രേരിപ്പിച്ചു വിടുമെന്നാണ് സോദരാ. നമ്മെ മഹാനാക്കാൻ, നമ്മെ ശക്തനാക്കാൻ, നമുക്ക് വിശേഷം തരാൻ, നമുക്ക് വിശാലം തരാതെക്കണം പോ എന്ന് പറയുന്ന ഒരു ആത്മപ്രേതമാണ്. അത് ഞാൻ മറ്റൊരു ദിവസം ആ ദൂത് ശുശ്രൂഷിപ്പാൻ എനിക്ക് ആഗ്രഹമുണ്ട്. ഞാൻ ഇന്ന് ആത്മാവിൽ പറഞ്ഞ വാക്ക്, ഫെലിസ്ത്യൻ നമ്മെ വാഴുന്നു എന്ന് ദൈവത്തിന്റെ ആത്മാ പറഞ്ഞു. ഫെലിസ്ത്യനെ വാഴുന്നു എന്ന് ഇസ്രായേലിലെ ജനങ്ങൾ വന്ന് ആ ശിംശോൻ പറയുന്നു. എന്നാൽ അതിനു മുമ്പിൽ അമ്മയോട് ദൂതൻ വന്ന് പറയുന്നു, ഇവൻ ഫെലിസ്ത്യന്റെ കയ്യിൽ നിന്നും ഇസ്രായേലിനെ പിടിപ്പിക്കേണ്ടവനെന്നുള്ള തിരിച്ചറിവ് അമ്മയ്ക്ക് കൊടുക്കുന്നു. ഈ മൂന്ന് കാര്യമാണ് അതിനകത്ത് നാം ചിന്തിക്കേണ്ട വാക്ക്. വായിക്കാം. ഉൽപ്പത്തി പുസ്തകം 13-ാം അധ്യായത്തിന്റെ 10-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യം. ഉൽപ്പത്തി പുസ്തകം 10-ന്റെ 13-ാമത്തെ വാക്യം ദയവായിട്ട് വായിക്കാം. 10-ന്റെ 13-ാമത്തെ വാക്യം. മിസ്രൈമോ, ലൂഥീം, അനാമീം, ലഹാബീം, നഫ്തൂഹീം, പത്രോസീം, കസ്ലൂഹീം, ഇവരിൽ നിന്ന് ഫെലിസ്ത്യർ ഉത്ഭവിച്ചു. ഫെലിസ്ത്യർ ഉത്ഭവിച്ചു. ഒന്നുകൂടി വായിച്ചു. ചെറുക്കൊക്കെ നോക്കി ഒഴിക്കുകയാണ്. ഒന്നുകൂടി വായിച്ചു. മിസ്രൈമോ, ലൂഥീം, അനാമീം, ലഹാബീം, നഫ്തൂഹീം, പത്രോസീം. അന്യഭാഷ പറയാൻ പറ്റുന്ന വാക്യമല്ല. ഞങ്ങൾ ഇത് നാളത്തോട് കാണാൻ പഠിച്ച അന്യഭാഷ പറയുന്നത് പിശാചിന്റെ പേരുകളാണ്. അടുത്ത വാക്യം. ഇവരിൽ നിന്നും ഫെലിസ്ത്യൻ ഉത്ഭവിച്ചു എന്ന വാക്കാണ്. ഇവരിൽ നിന്ന് ഫെലിസ്ത്യൻ ഉത്ഭവിച്ചു. അവൻ ഫെലിസ്ത്യന്റെ ഉറവിടമാണ് നാം വായിച്ചത്. ശേം, ഹാം, യാഫേത്ത്. ഈ മൂന്ന് മക്കൾ നോഹയുടെ മക്കളാണ്. അതിന്റെ അകത്തു നിന്നും രണ്ടാമത്തെ മകന്റെ സന്തതി പരമ്പരയിൽ നിന്നാകുന്നു മിസ്രൈമിൽ നിന്നും ഫെലിസ്ത്യൻ ഉത്ഭവിച്ചു എന്ന വാക്ക്. എന്ന് പറഞ്ഞാൽ എന്റെ അർത്ഥം എന്ന് പറഞ്ഞ കാര്യം, ദൈവ നിയോഗമുള്ള കൂടാരത്തിനകത്ത് നിന്നും എന്ന് പറഞ്ഞാൽ പെട്ടകമുണ്ടാക്കി പെട്ടകത്തിനകത്ത് കയറി രക്ഷപ്പെട്ട് ദൈവം അവരെ കൊണ്ട് ഒരു അറിയാത്ത ഉറപ്പിച്ച് ഭൂമിയിൽ സകല അവകാശവും ഇപ്പൊ മൂന്നുപേരുടെ കയ്യിലാണ്. ശേം, ഹാം, യാഫേത്തിന്റെ കയ്യിലാണ്. ഇനി ഈ മൂന്നുപേരുടെ അവകാശം ഇവർ മൂന്നുപേർക്കാണ് ഈ ഭൂമി മൊത്തം വിഭാവന ചെയ്തു വാക്ക്. എന്നാൽ അതിനകത്ത് നിന്നും ഇവിടെ ഞാൻ വെളിപ്പാടുകൾ വന്നിരുന്നു പറയാം. ഈ 1-2 സെന്റ് വസ്തു കിടക്കുന്ന വ്യക്തി 1000 വസ്തുവിലോട്ട് മാറുമ്പോൾ ചെറിയൊരു ആദ്യം ഉണ്ടാക്കിയത്, ആദ്യം നട്ടുണ്ടാക്കിയത് പറ, എന്താണ് ഉണ്ടാക്കിയത്? മുന്തിരിത്തോട്ടം. അതിനകത്ത് എന്താ ഒളിഞ്ഞിരിക്കുന്നത്? ലഹരി. അപ്പൊ ആദ്യം ഉണ്ടാക്കിയത് മുന്തിരിത്തോട്ടം. പുള്ളിക്ക് ഇച്ചിരി വീശിയെങ്കിൽ മാത്രമേ പുള്ളിക്ക് ഇച്ചിരി ഉറങ്ങാൻ പറഞ്ഞേ പറ. ചിലർക്ക് വീശിയെങ്കിൽ ആ പദം പറഞ്ഞാല് കഴിഞ്ഞ ദിവസം നമ്മുടെ വീട് സർവീസ് മുഖ്യമന്ത്രി പറഞ്ഞാല് പയ്യന്മാരെ കൂടെ സംസാരിക്കണമെങ്കിൽ വൈബ് എന്നൊരു വാക്ക് ഉപയോഗിച്ചാൽ പിള്ളേരല്ല ഞങ്ങളുടെ കൂടെ വരുമെന്നാണ്. അപ്പൊ ഞാനും അങ്ങ് പിള്ളേരുടെ ഭാഷയിൽ വൈബ് പറയാണ്. വീശിയെങ്കിൽ മാത്രമേ ചിലർക്ക് ഉറങ്ങാൻ പറ്റും. ഇവിടെ അച്ഛനും വീശാൻ തക്ക വേണം. അച്ഛൻ ആദ്യം നട്ടുണ്ടാക്കിയത് മുന്തിരിവള്ളിയാണ്, മുന്തിരിത്തോട്ടം. കളകട്ട് രണ്ട് ശരിയല്ല സോദര. അപ്പൊ ഞാൻ പറഞ്ഞ അർത്ഥം, ഇവൻ മുന്തിരിത്തോട്ടം നട്ടുണ്ടാക്കിയപ്പോൾ അപ്പൻ ഉണ്ടാക്കി കൊടുത്തത് ആദ്യം പെട്ടകമാണ്. രണ്ടാം പ്രാവശ്യം അപ്പം ഉണ്ടാക്കി കൊടുത്തത് പോരെ. നല്ലത് ആദ്യം ചെയ്തിട്ട് പിന്നെ ചെയ്തത് പണിയെടുത്തത്. ആദ്യം അങ്ങനെയൊക്കെയാണ്. ആദ്യം ഗോളി ബ്ലഡ് ചെയ്ത് രക്തവും ചെയ്യൊക്കെ ആയിട്ടൊക്കെ ഇറങ്ങി ഭയങ്കര വിശുദ്ധനായിട്ടൊക്കെ വരും. പക്ഷെ പിന്നേറ്റ് എന്ത് വരും പറഞ്ഞേ, ഇതും കൂടി ഉണ്ടായിരുന്ന കൊള്ളാമെന്ന് പറയുന്ന കാലഘട്ടം. നമ്മുടെ സബ്ജക്റ്റ് അതല്ല, സമയം പോകുന്നതുകൊണ്ട് ഞാൻ ആ ഭാഗത്ത് നിന്ന് മാറുകയാണ്. അപ്പൊ ഇവിടെ സംഭവിച്ച ഒരു വിഷയം എന്ന് പറയുന്ന കാര്യം, അദ്ദേഹത്തിന് ഹാമിന്റെ പുത്രന്മാരാകുന്ന മിസ്രൈമും അപ്പോൾ തന്നെ ഈ പൂത്തും അതുപോലെ തന്നെ അതിനകത്ത് ഒരു ഫെലിസ്ത്യൻ ഉത്ഭവിച്ചു. അപ്പൊ ഈ ഫെലിസ്ത്യന്റെ ക്യാരക്ടർ എന്ന് പറയുന്നത് അസൂയയാണ്. എന്ന് പറഞ്ഞാൽ ഒരു കാരണവശാലും
കാരണവശാലും തന്നേക്കാൾ വലിയൊരു വ്യക്തി തലപൊക്കാൻ പാടില്ല. അതിന് പകരം ഇവിടെ ആ ഒരു ചിന്ത കിടക്കുമ്പോൾ തന്നെ ഞാൻ ആണ് ഫസ്റ്റ്, എന്റെ കീഴിൽ എല്ലാം നിൽക്കണമെന്നുള്ള ആ അശ്വതിയുടെ ശബ്ദമായതുകൊണ്ടാണ് 40 വർഷം വാഗ്ദത്തം ഇസ്രായേൽ മക്കളെ അടിമയാക്കി വെച്ചൊരു മണ്ഡലം. നോക്കൂ, ഉൽപ്പത്തി 12-ാം രണ്ടാമത്തെ വാക്യം കാണാതെ പറയാൻ പറ്റുമോ? 12 ഉൽപ്പത്തി 12:2 കാണാതെ രണ്ടാമത്തെ വാക്യമാണ് പറഞ്ഞത്. അത് നിങ്ങൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും, നിന്റെ പേര് വലുതാക്കും, നീ ഒരു അനുഗ്രഹമായി മാറും, നിന്നെ അനുഗ്രഹിക്കും, നിന്നിൽ ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടുമെന്ന് 6 വാഗ്ദത്തം കൊടുത്ത് ശ്രേഷ്ഠ ജാതി എന്നും ശ്രേഷ്ഠ അവകാശി എന്നും സകലത്തെ അടങ്ങി ഭരിക്കുന്നവരെന്നും ഒക്കെ പേര് കൊടുത്ത് പുറത്തേക്ക് വന്ന് ഇസ്രായേൽ മക്കൾ ഇപ്പോൾ ഫിലിസ്ത്യന്റെ കക്ഷത്തിലായി പോയി. 1-2 വർഷമല്ല, നീണ്ട 40 വർഷം ഫിലിസ്ത്യൻ പറയുന്ന പോലെ ആടുന്ന ഒരു അന്തരീക്ഷം വെളിപ്പെട്ടപ്പോൾ അവൻ ദൈവത്തിന് ശ്രേഷ്ഠ ജാതി, ദൈവത്തിന് പ്രഭു എന്ന പേരുള്ള ഇത്രയും വലിയൊരു സന്തതി അടിമയെ കിടക്കുന്നത് കണ്ടപ്പോൾ തമ്പുരാൻ പറഞ്ഞു, പോരാ, ശിംശോനെ കൊണ്ട് തന്നെ ഞാൻ അടിമത്തെ ചന്ദ്ര പൊട്ടിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ദൈവം ശിംശോനെ കൊണ്ട് ആ ശുശ്രൂഷ ചെയ്യുന്ന കാര്യമാണ്. ഇനി ആ ഭാഗം വരുമ്പോൾ ഞാൻ നിങ്ങൾക്ക് നോട്ട് ചെയ്യാൻ 1 ശമൂവേൽ പുസ്തകം 5-ാം അധ്യായം നിങ്ങൾ നോട്ട് ചെയ്താൽ മതി. 1 ശമൂവേൽ പുസ്തകം 5-ാം അധ്യായത്തിൽ അവിടെ പിന്നേറ്റതിൽ അവരെ കുറിച്ച് പറയുന്നത് ക്രേത്ത ദ്വീപിൽ നിന്നും കുടിയേറി പാർത്ത ഗ്രൂപ്പാകുന്നു ഈ പരിസ്ഥിതി. ക്രേത്ത ദ്വീപ് ചരിത്രം പറയുന്നത് ക്രേത്ത ദ്വീപിൽ നിന്നും കുടിയേറി പാർത്തവരായിരുന്നു ഈ വ്യക്തികൾ. അതിനാൽ ക്രേറ്റയുടെ സ്വഭാവം നമുക്കറിയാം. അവൻ തീത്തോസിന്റെ ലേഖനം 1-ാം അധ്യായം 12-ാമത്തെ വാക്യം ഒന്ന് വായിച്ചു വേഗത്തിൽ. ക്രേറ്റയുടെ സ്വഭാവം വേഗത്തിൽ വായിച്ചു. അമ്മേ പരിസ്ഥിതിന്റെ ഒരു ആശയത്തിൽ വരാത്തതാണ്. ഞാൻ വാക്ക് വായിക്കും. തീത്തോസിന്റെ ലേഖനം സർവ്വത അസത്യവാദികളും ദുഷ്ടജന്തുക്കളും മടിയന്മാരായ പെരുവയന്മാർ. അപ്പോൾ ക്രേത്യരിൽ നിന്നും കുടിയേറി പാർത്ത പിന്നേറ്റത് കുടിയേറി ദൈവമക്കൾ പാർക്കുന്ന ദേശത്തേക്ക് പാർക്കാമെന്ന് നമുക്കറിയാം. ഇന്ത്യ ആരുടെ കയ്യിലായിരുന്നു? ബ്രിട്ടീഷുകാരുടെ കയ്യിൽ. അതെങ്ങനെ കിട്ടി? ബ്രിട്ടീഷുകാർക്ക് ഇന്ത്യയെ കുടിയേറി എന്ത് കൊടുത്തിട്ട്? എന്നിട്ട് കപ്പയും അരിയും ഗോതമ്പും കുരുമുളക് അങ്ങോട്ട് കൊടുത്തു. തിരിച്ചെന്ത് കിട്ടുന്നു? ഈ കപ്പ ആരവ ഗോതമ്പ് ചോറൊക്കെ ആരാണ് അവരുകൊണ്ട് സാധനങ്ങൾ. അങ്ങനത്തെ നിലയിൽ അന്ന് അത് നമുക്ക് ചെറിയ സാധനം കൊണ്ട് നമ്മളെ സുഖിപ്പിക്കും. നമുക്ക് എന്ത് കിട്ടുന്നത്? തലയും കപ്പയും. കഴിഞ്ഞ ദിവസം പറയുന്നു കപ്പയും തലയുണ്ട് പാസ്റ്റേ, ഉപവാസം കുറച്ചു. കപ്പയും തലയും കിട്ടിയപ്പോ മുച്ചു സ്വത്രം. മറ്റൊരു വ്യക്തി പറയുന്നത് ഇന്ന് ഈ ബിരിയാണി കപ്പയാണ്. അല്ല, കപ്പ ബിരിയാണി സ്വത്രം. കപ്പ ബിരിയാണി. ആ കപ്പ ബിരിയാണിയുടെ ആ ബീഫും എല്ലും ഒക്കെ ഇട്ട് ഒന്ന് നന്ന കുഴച്ച് വന്ന സമയത്ത് നാളെ ഉപവസിക്കാമല്ലോ. ഉപവാസം നാളെയും എന്തടിച്ചപ്പോഴാണ് കപ്പയുടെ എല്ലും മറ്റേ കപ്പയുടെ എല്ലല്ലോ ബീഫിന്റെ എല്ലൊക്കെ കയറി മണപ്പിച്ചപ്പോൾ നാളെ ഉപവസിക്കാമല്ലോ. അതേപോലെയാണ് ഇങ്ങനെ പറഞ്ഞ് പിറ്റേ ദിവസം ആയപ്പോൾ പിശാചി പറഞ്ഞൊരു കാര്യം ചെയ്യും. ഇന്ന് ഫിഷ് ബോഡി മോളിയില്ല, ഫിഷ് മോളി അത് പറഞ്ഞു. പിന്നെ അടുത്ത ദിവസം നമുക്ക് എന്താണല്ലോ കാര്യം. ഈ ക്രേത്തിൽ ആരാ കാണാൻ അസത്യവാദികളും ദുഷ്ടജന്തുക്കളും മടിയന്മാരും പെരുവേറന്മാരും. മടിയന്മാരായ പെരുവേറന്മാരാണ്. അപ്പൊ ഇവരാണ് ഈ 4 ശബ്ദമാണ്. അപ്പൊ ഇവര് ദിവസം തോറും എന്താ കപ്പ ബിരിയാണി ഇട്ട് കൊടുത്തു, ബീഫ് ബിരിയാണി ഇട്ട് കൊടുത്തു, ഫിഷ് മോളി കൊടുത്തു, കേക്ക്സ് കൊടുത്തു. നിങ്ങൾ പറയാൻ എന്തെങ്കിലും സ്വത്ത്. ഇപ്പൊ നിങ്ങളുടെ വിശുദ്ധന്മാരായിരിക്കാണ്. ഷവർമ കൊടുത്ത ഷവർമ കൊടുത്തു, 5-6 പൊറോട്ട ചിക്കൻ കൊടുത്തു. ഇതെല്ലാം കൂടി വാങ്ങി കൂട്ടി കൊടുത്താൽ പറഞ്ഞു നാളെയും നമുക്ക് ഉപവസിക്കാലോ.
കാര്യം അവരാരാ? പെരുവേറന്മാരാണ്. അവർക്കും ഇഷ്ടമുള്ള ഭോജനം കഴിച്ചിട്ട് ഉറങ്ങാൻ പറ്റില്ല. ഇത് അവർ പെന്തക്കോസ്ത് ഇട്ടുകൊടുത്ത സമയത്ത് ഇവർ ഇട്ടുകൊടുത്ത് എന്ത് സംഭവിച്ചറിയാമോ? ഇവര് പ്രാർത്ഥനയും യാഗവും സ്തോത്രവും ഗ്ലോറിയും അന്യഭാഷയും കൂട്ടായ്മയൊക്കെ ആരാരും കൊടുത്ത് മൊത്തം ബ്രേക്കാക്കി. നിങ്ങൾ ആ വാക്കൊന്ന് വായിച്ച് ആമേ, ആ 13-ാമത്തെ ചരിത്രത്തിന്റെ 1-ാമത്തെ വാക്യം വായിച്ച് ആമേ, 13-ാമത്തെ വാക്യം, ന്യായാധിപ പുസ്തകം 13-ാമത്തെ വാക്യം. ഇസ്രായേൽ മക്കൾ പിന്നെ യഹോവയ്ക്ക് അനിഷ്ടം എന്ന വാക്ക്. കൂട്ടായ്മയില്ല, പ്രാർത്ഥനയില്ല, അവൻ ആരാധനയില്ല, ആ ദൈവത്തോട് സമീപനമില്ല, അവൻ പെലിസ്ത്യരുമായി തയ്യപ്പ് ചെയ്ത് അവർക്ക് നേരത്തെ പറഞ്ഞ പോലെ വീഴ്ചാത്തക്കവണ്ണം എന്ത് കിട്ടി? ലഹരി കിട്ടി. ലഹരി കിട്ടിയപ്പോ ഇപ്പോൾ ഇസ്രായേൽ മക്കൾ ഇപ്പൊ പെലിസ്ത്യരുമായിട്ട് എന്തായി? ആ പെലിസ്ത്യൻ ഓരോ ദിവസവും ഓരോ മീനും ഓരോ ഫിഷും ഓരോ എനിക്ക് ഈ ബ്രാൻഡിയുടെ പേരൊന്നും അറിയാത്തോടെ ഞാൻ അത് ഉപയോഗിക്കാത്ത കാര്യം. മദ്യത്തിന്റെ കുട്ടിയുടെ പേരൊക്കെ അറിയാൻ വേണമെങ്കിൽ കഴിഞ്ഞ ദിവസം ഒരു കൺവെൻഷൻ പ്രസംഗം പറഞ്ഞ ജോണി വാക്കർ ഉണ്ടെന്ന്, അത് മാത്രം എനിക്കറിയാം. വേറെ എന്തെങ്കിലും ചോദിച്ചാൽ എനിക്കറിയത്തില്ല. ജോണി വാക്കർ എന്ന് പറഞ്ഞ സാധനം വെച്ചാൽ അടുത്തൊരു സാധനം അവിടെ നടന്ന് ഇങ്ങോട്ട് പോകുമ്പോൾ സാധനം കിട്ടില്ലേ കയറത്തില്ല. പക്ഷെ എന്നാൽ അതിനടുത്താണ് സ്വത്രം കഴിക്കാൻ. ഇതെന്റെ പരിഗണന. അതുകൊണ്ട് എനിക്കറിയത്തില്ല അതിന്റെ പേരത് എന്തൊക്കെയാണ്. ഇനി പഠിക്കാൻ എനിക്ക് താല്പര്യമില്ല സ്വത്രം കഴിക്കാൻ. അപ്പൊ ഞാൻ പറഞ്ഞ അർത്ഥം ഇതൊക്കെ കൊണ്ട് കാണിപ്പിച്ചപ്പോൾ ഇസ്രായേൽ മക്കൾ ദൈവത്തോട് എന്ത് കാണിച്ചു? അനിഷ്ടത കാണിച്ചു. ദൈവത്തിന് അനിഷ്ടം കാണിച്ചപ്പോൾ പെലിസ്ത്യൻ അവിടെ ആരായി മാറി? ഞാൻ ചെറിയൊരു കാര്യം നിങ്ങൾക്ക് പഴയ ആൾക്കാരുടെ ഇതിനകത്തുള്ളത് അറിയാം. ഇവിടുത്തെ സിറ്റിയിലെ കരളായ സ്ഥലങ്ങളെല്ലാം പാവപ്പെട്ട ദൈവമക്കൾ സ്ഥലങ്ങൾ ആയിരുന്നു. ചായയും പരിപ്പുവടയും മേടിച്ചു കൊടുത്തിട്ട് 2 നുണയും കൊതിയൊക്കെ പറഞ്ഞ് തലേതോന്നി എന്തുണ്ട് അപ്പു, എന്തുണ്ട് ജോസഫ് എന്നൊക്കെ പറഞ്ഞപ്പോ ജോസഫ് എന്ത് ചെയ്തു? മയങ്ങിപ്പോയി. ജോസഫ് നീ വെറുതെ എന്തിനാണ് ഇതൊക്കെ ഇട്ടിരിക്കുന്നത്? എഴുത്താ നിനക്ക് ഇത്ര രൂപ തരാം, പാവം ഇന്ന് കോടികൾ വരെ ആറ്റി ഒറ്റി പിന്നെ അച്ഛനറിയാ സ്വന്തം. ഇങ്ങനെ കൊതിയും നുണയും മുഖസ്തുതിയൊക്കെ പറഞ്ഞ് കരടായ ഭാഗമെല്ലാം അഴിച്ചു മാറ്റി ഇപ്പോൾ മറ്റേ പാവപ്പെട്ടവർ ഇപ്പൊ നാട്ടുപ്രദേശത്ത് പോയി ചെയ്യും. നാട്ടുപ്രദേശത്ത് കിടന്ന ആൾക്കാരെല്ലാം ഇവിടെ എത്തി പട്ടണത്തിലേക്ക് എത്താൻ കാരണമായി. ഇതുപോലെയാണ് ഈ പെലിസ്ത്യർ ഇസ്രായേലിനോട് കാണിച്ച വഞ്ചന. അതിനകത്ത് പരിജ്ഞാനത്തോടുകൂടെ ഈ ഇസ്രായേൽ മക്കൾ സ്വീകരിക്കുന്ന പകരം പരിജ്ഞാനം വെട്ടിക്കുറച്ചപ്പോൾ ദൈവത്തിനോട് കൂട്ടായ്മയ്ക്ക് പരാജയം സംഭവിച്ചു. പരാജയം സംഭവിച്ചപ്പോൾ അവിടെ ആര് കയറി വന്നു? അവിടെ പെലിസ്ത്യൻ പ്രജ പോലെ കയറി വന്നു. കാര്യം മനസ്സിലായി? സ്വന്തം പറയാമോ എന്ന് പറഞ്ഞ ഒരു വാക്ക് പറയാം. ഒരു കൂട്ടായ്മ മുടക്കിയാൽ ചിത്ര സിസ്റ്റർ ഇവിടെ പോകുന്നത് 2 വഴക്ക് കിട്ടാൻ കഴിയുന്ന സ്വത്രം കഴിക്കാൻ. ഒരു കൂട്ടായ്മ മുടക്കിയാൽ 100 കൂട്ടായ്മ മുടക്കാൻ ഒരു കൂട്ടായ്മയ്ക്ക് പറ്റും. ഒരു പ്രാർത്ഥന വെട്ടി കുറച്ചാൽ 1000 പ്രാർത്ഥന വെട്ടിക്കുറയ്ക്കാൻ ഇത് മാത്രം മതി. ഓർത്തോണം, ഒരു സഭാര മുടക്കിയാൽ 3 സഭാര മുടക്കാൻ ഒരു സഭാരയ്ക്ക് ശക്തിയുണ്ട്. അതുകൊണ്ട് എന്ത് പറ്റുന്നു? ഓരോ കൂട്ടായി മുടക്കുന്നതോറും അവർ യഹോവയ്ക്ക് അനിഷ്ടമായി മാറുകയാണ്. അവർ യഹോവയ്ക്ക് വേദനയായി മാറുകയാണ്. അവർ യഹോവയ്ക്ക് വിഷമമാക്കി മാറ്റുകയാണ്. അങ്ങനെ വിഷമം കൂട്ടി വന്നു. ദൈവം കൈവിട്ടപ്പോൾ പെലിസ്ത്യരെ അടിമയാക്കി മാറ്റി. കാര്യങ്ങൾ ബോധ്യപ്പെടുന്ന സ്വന്തം ചെയ്യാമോ? കാര്യങ്ങൾ ബോധ്യമാവുന്നുണ്ടോ? സ്വന്തം അതാണ് എന്റെ മർമ്മം. അപ്പൊ അങ്ങനത്തെ ഒരു ക്രമീകരണം വന്നപ്പോൾ പെലിസ്ത്യരുടെ വില്ലാളിയായി മാറി. നിങ്ങൾ നോക്കണം, ഞാൻ ആ ഭാഗം ഈ 1 കിടക്കുന്ന വാക്കിന്റെ ആശയം ഒന്നിനെ പെട്ടെന്ന് പറഞ്ഞു വിടാം. ഈ ഗസ, അഷ്കലോൺ, അസ്തോദ്, ഗത്ത്, എക്രോൺ ഒന്ന് പറഞ്ഞു നോക്കിയേ. ഗസ, അഷ്കലോൺ, അസ്തോദ്, എക്രോൺ പറഞ്ഞു. നമുക്ക് ഈ ദിവസങ്ങളിൽ പത്രങ്ങളിലുള്ള ഗൾഫ് യുദ്ധങ്ങളിലെ സ്ഥലം ഇസ്രായേലും പലസ്തീൻ നമ്മൾ യുദ്ധത്തിനകത്ത് ഈ പേരാണ് ഏറ്റവും കൂടുതൽ വന്ന വാക്ക്. ഒന്നുകൂടി പറയാം. ഗസ, അഷ്കലോൺ, അസ്തോദ്, ഗത്ത്, എക്രോൺ. ഈ 5 സ്ഥലങ്ങൾ പെലിസ്ത്യൻ കുടിയേറി പാർത്തു, അല്ലെങ്കിൽ പെലിസ്ത്യൻ അടക്കിട്ട് എന്ത് ചെയ്തറിയാമോ? 5-ാമത്തെ അധ്യായത്തിനകത്തൊരു വാക്കുണ്ട്. പെലിസ്ത്യന്റെ പ്രധാന ദേവനായ ദാഗോനെ അവിടെ സ്ഥാപിച്ചു. സ്വന്തം ഉണ്ടോ? യാഗം കുറഞ്ഞപ്പോൾ, ആരാധന കുറഞ്ഞപ്പോൾ, കൂട്ടായ്മ കുറഞ്ഞപ്പോൾ, ദൈവത്തോടുള്ള കാഴ്ചപ്പാട് മങ്ങിപ്പോയപ്പോൾ ആരവിടെ വന്നു?
ദേവനായ പ്രധാന ദേവനായ ദാഗോനെ കൊണ്ട് അവിടെ സ്ഥാപിച്ചു എന്നത് 1 ശമൂവേൽ 5-ാം അധ്യായത്തിനകത്ത് വായിക്കുന്നു. അപ്പൊ അങ്ങനെയെങ്കിൽ അങ്ങനെ സ്ഥാപിച്ചതിന് ശേഷം ഇപ്പോൾ ഇവിടെ ഈ ഇസ്രായേൽ താമസിക്കുന്ന ദേശത്ത് അടിമയാക്കി ഫെലിസ്ത്യൻ വെച്ചിരിക്കുമ്പോഴും ഈ ഫെലിസ്ത്യൻ അടിമയാക്കി വെച്ചിരിക്കുന്നതിനെ കൺട്രോൾ ചെയ്യുന്ന സ്പിരിറ്റ് ദാഗോനാണ്. മനസ്സിലാവുന്ന സ്വന്തം ചെയ്യാമോ? ഫെലിസ്ത്യന് 5 പട്ടണങ്ങളുണ്ട്, 5 പ്രമുഖന്മാരുണ്ട്, 5 ദേവന്മാരുണ്ട്. 5 ദേവന്മാർ, 5 പട്ടണം, 5 പ്രമുഖന്മാർ, 5 ദേവന്മാർ. ഈ 5 ദേവന്മാരിൽ ഏറ്റവും പ്രധാന ദേവന്റെ പേരാകുന്നു ദാഗോൻ എന്ന വാക്ക്. നമുക്കറിയാം നമ്മുടെ കേരളത്തിന് ദൈവത്തിന്റെ പ്രാധാന്യം എന്താ നമുക്കറിയാം. ഇന്ത്യയുടെ ദേവന്മാരുടെ പ്രാധാന്യം ഏതാണ് കൊടുക്കുന്നത് നമുക്കറിയാം. അവിടെ എല്ലാ ഉത്സവ സ്ഥലങ്ങളും അവിടെ പുണ്യസ്ഥലങ്ങളുമായി പ്രഖ്യാപിച്ചതല്ല, പ്രധാന ദേവന്മാരെ പ്രൊജക്ട് ചെയ്തതുപോലെയാണ് ഇവിടെ ദാഗോനെ അവർ പ്രധാന ദേവനാക്കി വെച്ചപ്പോൾ ഇസ്രായേലിനെ കൺട്രോൾ ചെയ്യാൻ ഫെലിസ്ത്യൻ വെച്ചിരിക്കുന്നതാണ് ദാഗോൻ പിശാചിനെ സ്ഥാപിച്ചു. ഓർത്തോണം, ഒന്നുകൂടി ആത്മാവിൽ പറയാം. ഒരു പ്രാർത്ഥന വെട്ടിക്കുറച്ചപ്പോൾ, ഒരു ആരാധന വെട്ടിക്കുറച്ചപ്പോൾ, ഒരു ഉപവാസം വെട്ടിക്കുറച്ചപ്പോൾ അവിടെ സ്ഥാപിക്കപ്പെട്ട ദൈവ സാന്നിധ്യത്തിന്റെ അപര്യാപ്തത, ദൈവ സാന്നിധ്യത്തിന്റെ കുറവ് സംഭവിച്ചപ്പോൾ ഫെലിസ്ത്യന്റെ ദൈവത്തെ സ്ഥാപിച്ച് ശബ്ദരാധന ഫെലിസ്ത്യന്റെ ശക്തികളോട് വാഴാൻ തുടങ്ങി. ഇന്ന് രാത്രിയിൽ ആത്മാവിൽ പറയാം, അടിമ ചങ്ങലകളെ പൊട്ടിക്കാത്തക്കവണ്ണം എന്റെ ദൈവ വിവാസ പ്രാർത്ഥനയിൽ അവൻ നമ്മെ കൊണ്ടുവരുത്തി ആത്മാവെ ദൂതി കേൾപ്പിച്ച അവൻ പോരാടിക്കുമ്പോൾ പോരാട്ടത്തിലേക്ക് അവൻ നമ്മെ നയിക്കുമ്പോൾ അവൻ നാം അറിയാതെ അവൻ നമ്മെ കൺട്രോൾ ചെയ്യുന്ന, അവൻ നാം അറിയാതെ നമ്മെ ഭരിക്കുന്ന, നാം അറിയാതെ നമ്മുടെ കുടുംബത്തെ ഭരിക്കുന്ന, നാം അറിയാതെ നമ്മുടെ തലമുറ ഭരിക്കുന്ന ആ ദാഗോന്റെ ശക്തികൾ, ആ ഫെലിസ്ത്യൻ ശക്തികൾ ആത്മാവിൽ പോരാടി നിയോഗം പ്രാപിക്കപ്പെട്ടവർ അല്പനിമിഷം കരമരിച്ചു പറയാ ഫെലിസ്ത്യങ്ങളെ വാഴുവാൻ തക്കവണ്ണം ദൈവമേ അനുവദിക്കട്ടെ. ഇന്ന് രാത്രി ഈ വർഷത്തിന്റെ 1-ാം ദിവസത്തിന്റെ 3-ാം സെക്ഷന് ആത്മാവിൽ പോരാടി പറയാ അവൻ ഗത്തിലും അവൻ എക്രോന് കിടക്കുന്ന സകല ശക്തികളായ അവൻ ദാഗോന്റെ ദേവനെ കെട്ടുകയായ യേശുവിന്റെ നാമത്തെ അവൻ ഞങ്ങൾ അടിമയാക്കി അവൻ ഞങ്ങൾ അസ്വസ്ഥപ്പെടുത്തുമ്പോൾ അതിനെ പൊട്ടിക്കുമ്പോൾ ഒരു ശിംശോനെ പോലെയുള്ളതോ അഭിഷേകം നൽകണമേ. ആ അഭിഷേകമാണ് അവൻ ശിംശോനെ അവൻ ഉത്തമിപ്പിച്ചത്, പ്രേരിപ്പിച്ചത്. നീ പോയി അസ്തോലിക്കത്തടി, നീ പോയി കസരകത്തടി, നീ പോയി അസ്തോലിക്കത്തടി, നീ പോയി ഗത്തിനകത്തടി, നീ പോയി എക്രോനകത്തടി. ആ ദാഗോന്റെ ശക്തികൾ അവൻ നീ അടിക്കരുത് പറഞ്ഞ് പരിശുദ്ധാത്മാവിൽ പ്രേരിപ്പിച്ചു. എന്നോട് ആത്മാവിൽ ഒന്ന് പറയട്ടെ, ദൈവമക്കൾ ആ വെളിപ്പാട് നമുക്ക് മനസ്സിലായി എന്ന് എനിക്ക് ഉറപ്പാണ്. ദൈവത്തിന്റെ ആത്മാവ് അവനെ എന്ത് ചെയ്തു? ഉജ്ജീവിപ്പിച്ചു. എന്തിനു വേണ്ടി? നമ്പർ 1 ഗസ്സയുടെ കെട്ടഴിക്കണം. നമ്പർ 2 അസ്തോത്തിന്റെ കെട്ടഴിക്കണം. നമ്പർ 3 പറഞ്ഞേ ഗത്തിന്റെ കെട്ടഴിക്കണം. നമ്പർ 4 അസ്തോത്തിന്റെ കെട്ടഴിക്കണം, അസ്കറിന്റെ കെട്ടഴിക്കണം. അടുത്ത 5-ാമത്തത് എക്രോനെ കെട്ടഴിക്കണം. ടോട്ടലി സ്പിരിറ്റ് ഓഫ് ടോപ്പ്, ഏറ്റവും ടോപ്പ് നിൽക്കുന്ന സ്പിരിറ്റ് ആണ് ദാഹം, അതിനെ കെട്ടഴിക്കണം. ഇത് അഴിക്കാനാണ് പ്രസവിച്ചിട്ട് എന്റെ ചിന്ത ചോരയുടെ മണം ശരീരത്തിൽ ഉള്ളപ്പോൾ തന്നെ ദൈവത്തിന്റെ 24-ാമത്തെ അധ്യായത്തിൽ പ്രസവിച്ചു പേരിട്ടു. 25-ാമത്തെ വാക്ക് വായിക്കുന്നത് കാലങ്ങൾക്ക് വ്യത്യാസമുണ്ടെങ്കിലും ഞാനതങ്ങ് പറയാണ്. കൊച്ചു നാൾ മുതൽ എന്ത് ചെയ്യാം? അപ്പന്റെ ചിന്ത മാറുന്നതിന് മുമ്പിൽ, അമ്മയുടെ ചിന്ത മാറുന്ന മുമ്പിൽ ആത്മാവിനെ പ്രേരിപ്പിക്കുന്നു. മനസ്സിലാവുന്നുണ്ടെന്ന് മനസ്സിലായി എന്ന് പറഞ്ഞാൽ വർഷങ്ങൾ കാത്തിരുന്ന് കിട്ടിയ തലമുറയാണ്. കിട്ടുമ്പോൾ ഈ ചിലർക്കൊരു വിഷയമുണ്ട്, കിട്ടുന്നത് വരെ ഭയങ്കര കഥാവിന് കൊടുക്കാം. കഥ പറയും പോലെ നിങ്ങൾ പറയാം, എന്തെങ്കിലും ചെയ്യാം. കിട്ടിയ ശേഷമോ കുറച്ച് ദിവസം കഴിയട്ടെ, കുറച്ച് ദിവസം കൂടെ നിങ്ങൾ പറയാം, ശരിയില്ലേ? അപ്പൊ അതുകൊണ്ടാണ് 24-ാമത്തെ വാക്യത്തിൽ പ്രസവിച്ചു. 25-ാമത്തെ വാക്യത്തിൽ വരുന്നു ദൈവത്തിന്റെ ആത്മാവ്
എന്ന് പറഞ്ഞാൽ അപ്പന്റെ ആശയം, അമ്മയുടെ ആശയം സമർപ്പണം മാറുന്നതിന് മുമ്പിൽ ആത്മാവ് ശിംശോനിട്ട് എന്ത് ചെയ്യാം? കുറ്റിയിളക്കി. അപ്പന്റെ വാക്ക് കേൾക്കല്ലേ മോനെ, അമ്മയുടെ വാക്ക് കേൾക്കല്ലേ കുഞ്ഞെ. നിന്നെ കുറിച്ച് ഉദ്ദേശം ഞാൻ തന്നത് നീ എസ്കലോന്റെയും ഗസ്സയുടെയും അസ്കലോന്റെയും നീ നിന്നെ കണ്ടതുകൊണ്ട് നിന്റെ അപ്പൻ ചിലപ്പോൾ വിദ്യാഭ്യാസത്തെ മാറ്റാം, നിന്റെ അമ്മ ചിലപ്പോൾ വേറെ ആശയം കൊണ്ടെത്തിക്കാം. അതിന് മുമ്പിൽ ഞാൻ നിന്നോട് പ്രേരിപ്പിക്കുന്നു, നീ അമ്മ പറയും പോലെ കേൾക്കേണ്ടവരല്ല, അപ്പൻ പോലെ കേൾക്കേണ്ടവരല്ല, ഞാൻ പറയുന്ന പോലെ കേൾക്കണമെന്ന് പറഞ്ഞ് പരിശുദ്ധാത്മാവ് തന്നെ ഉത്തേജിപ്പിച്ചത് ഇതിന് വേണ്ടിയായിരുന്നു എന്ന കാര്യം ദൈവസഭ മറക്കരുത്. കാര്യം മനസ്സിലാവുന്നുണ്ട്? നിങ്ങൾക്ക് അല്പം വിശാലമായി സൂക്ഷിച്ച കാര്യമാണ്. പക്ഷെ നമ്മൾ രാവിലെ മുതലേ ആലയത്തിരിക്കുന്നത് കൊണ്ട് ഞാൻ 8 മണിക്ക് തന്നെ അത് നിർത്തും. മറ്റേതെങ്കിലും സമയത്തേക്ക് നിയോഗം തരുന്നതെങ്കിൽ നമുക്ക് അടുത്ത പാട്ട് നമുക്ക് ചിന്തിക്കാം. ഞാൻ അതിനെ ഒരു വിശേഷത്തിലേക്ക് കൊണ്ടുവരുന്നു. വായിക്കാം 14-ാം അധ്യായം അതിന്റെ 19-ാമത്തെ വാക്യം. 14-ാം അധ്യായത്തിന്റെ ശിംശോനെ ഉറ്റമിപ്പിച്ചതിന്റെ 1-ാമത്തെ തന്റെ വാശിയോടുള്ളതായ തന്റെ വെല്ലുവിളി ഏറ്റെടുക്കുന്നു. 14-19 വാക്യം. യഹോവയുടെ ആത്മാവ് അവന്റെ മേൽ വന്നു, അവൻ അസ്കലോനിലേക്ക് ചെന്ന് 30 പേരെ കൊന്ന് അവരുടെ ഉടുപ്പ് ഊരി കടം വീട്ടിയവർക്ക് വസ്ത്രം കൊടുത്തു. ദൈവത്തിന്റെ ആത്മാവ് നീ അസ്കലോനിൽ പോകണം. ശിംശോന്റെ 1-ാമത്തെ പ്രതികാരം അവിടെ ആരംഭിച്ചു. ഞാൻ പറഞ്ഞല്ലോ 13-ാമത്തെ 28-ാമത്തെ ദൈവത്തിന്റെ ആത്മാവ് അവനെ ഉജ്ജീവിപ്പിച്ചു, പ്രേരിപ്പിച്ചു, ഫോഴ്സ് ചെയ്തു. നീ പോയി ഫെലിസ്ത്യന്റെ കയ്യിൽ നിന്നും എന്റെ ജനത്തെ പുറത്തു കൊണ്ടുവരണം. ഇതുകൊണ്ട് അതിൽ 1-ാമത്തെ ശിംശോന്റെ പ്രതികാരമാണ് കാണുന്നത്. 14-ാം അധ്യായത്തിന്റെ 19-ാമത്തെ വാക്യം ഒരു പ്രാവശ്യം കൂടി വായിക്കണം. യഹോവയുടെ ആത്മാവ് അവന്റെ മേൽ വന്നു, അവൻ അസ്കലോനിലേക്ക് ചെന്ന് 30 പേരെ കൊന്ന് അവരുടെ ഉടുപ്പ് ഊരി കടം വീട്ടിയവർക്ക് വസ്ത്രം കൊടുത്തു. ദൈവത്തിന്റെ ആത്മാവ് അതിന്റെ ചരിത്ര പശ്ചാത്തലം ഞാൻ പറയുന്നില്ല. കാര്യം പറഞ്ഞാൽ നമ്മുടെ സമയം ദൂത് പറഞ്ഞ് കയറി പശ്ചാത്തലം ഞാൻ എഴുതുന്നില്ല. നിങ്ങൾ വീട്ടിൽ പോകുമ്പോൾ നിങ്ങൾക്കത് വായിക്കാൻ ഒക്കെ സമയം ലഭിക്കുകയോ താല്പര്യമുള്ള ചെയ്ത് വായിച്ചാൽ മതി. അപ്പോൾ 14-19 ദൈവത്തിന്റെ ആത്മാവിൽ വന്നു. അവൻ എവിടെ പോയി? അസ്കലോനിൽ പോയി. അസ്കലോനിൽ പോയിട്ട് എന്ത് ചെയ്തു? 30 പേരെ, ഈ 30 പേരാരാ? ഫെലിസ്ത്യന്മാരെ 30 പേര് കൊന്നിട്ട് അവന്റെ വസ്ത്രം ഊരിയിട്ട് കടം തീർത്തു. ഇവിടെ കടം തീർക്കേണ്ട കാര്യം നമുക്ക് എടുത്ത വാക്യം നമുക്കറിയാം. ഒരു വാക്കാവുന്നു ഭോക്താവിൽ നിന്ന് ഭോജനവും മലരിൽ നിന്ന് മധുരം പുറപ്പെടുവിക്കും. 14-ാമത്തെ വാക്യം. അതിന് കടം തീർത്തത് ഈ ഭാര്യ കരഞ്ഞും കൂവിയും കണ്ണീരൊഴിച്ചും കാണിച്ചിട്ട് പറഞ്ഞതാന്ന് പറഞ്ഞ കടങ്കഥ പറഞ്ഞു കൊടുത്തത് അവൾ നേരെ ഫെലിസ്ത്യൻ പറഞ്ഞു. അവൻ തന്നെ ഒരു വാക്ക് പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, നിങ്ങൾ കടം വീട്ടി. അതെങ്ങനെ കടം വീട്ടി എന്നറിയാമോ? അവിടെ ഒരു വാക്ക് പറഞ്ഞിരിക്കുന്നത് രസകരമായ കാര്യമാണ്. അവിടെ 18-ാമത്തെ വാക്യത്തിൽ ഒന്ന് വായിച്ച് 18-ാമത്തെ വാക്യത്തിൽ 7-ാം ദിവസം സൂര്യൻ അസ്തമിക്കും മുമ്പേ പട്ടണക്കാർ അവനോട് തേനിനേക്കാൾ മധുരമുള്ളത് എന്ത്, സിംഹത്തെക്കാൾ ബലമുള്ളത് എന്ത് എന്ന് പറഞ്ഞു. അതിന് അവൻ അവരോട്, നിങ്ങൾ എന്റെ പശുക്കിടാവിനെ ഭാര്യയായ പശുക്കിടാവിനെ പൂട്ടി ഇല്ലെങ്കിൽ എന്റെ കടം എന്ന് പറഞ്ഞാൽ എന്റെ ഭാര്യയോട് ഞാൻ പറഞ്ഞ രഹസ്യം എന്റെ ഭാര്യ നിങ്ങളോട് പറഞ്ഞത് കൊണ്ട് നിങ്ങൾ അത് അറിഞ്ഞു. അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ തല ഉണ്ടാക്കിയാലും കിട്ടത്തില്ല. അപ്പൊ പറഞ്ഞു പരിസ്ഥിതി പറഞ്ഞ കാര്യത്തിൽ കടം വീടാൻ മതി, കടം വീട്ടാൻ മതി. കടം അവിടെ ഒരു പന്തായി വെച്ചിട്ടാണ് കടം വീട്ടാ. കടം ഇവരിങ്ങനെ നോക്കിയിരിക്കുകയാണ് പകരം കൊടുക്കാൻ. അപ്പോഴാണ് കടം വീക്കാൻ ഇങ്ങനെ പരിപാടി വന്നത്. അതുകൊണ്ടാണ് ചാടിക്കുക ഇവിടെ പോയി ഫെലിസ്ത്യന്റെ 30 പേര് കൊന്നിട്ട് അവന്റെ വസ്ത്രം മൂടി കടന്നു വന്നു. വസ്ത്രം കൂടി കൊടുത്തതല്ല ഏറ്റവും വലിയ കാര്യം, പകരം വീട്ടി. അവൻ ശിംശോന്റെ 1-ാമത്തെ ഫെലിസ്ത്യനോടുള്ള പകരം വീട്ടുന്നത് മെമ്മറി കിടക്കണം. 14-ാം അധ്യായത്തിന്റെ 19-ാമത്തെ വാക്യത്തിൽ ഞാനൊരു വെളിപ്പാടൊന്ന് ആത്മാവിൽ പറയാം. നമ്മെയും ചില വ്യക്തികൾ പറ്റിച്ച് നമ്മുടെ നന്മയെ ഊറ്റി നമ്മുടെ പുറകിൽ നടന്ന് നമ്മുടെ ജീവിതത്തെ ശൂന്യമാക്കി കടം തീർക്ക് നീ ഞങ്ങളുടെ കടമുണ്ട് എന്ന് പറഞ്ഞ് നമ്മളെ കൊണ്ട് ഇങ്ങനെ ഇറിറ്റേറ്റ് ചെയ്യുന്ന ചില പെരിസ്ഥിതി ശക്തിയുണ്ടല്ലോ. ആ ഇറിറ്റേഷനെ ആത്മാവിനെ പകരം വീട്ടാൽ ഇന്ന് രാത്രി ഒരു അഭിഷേകം നമ്മളിലേക്ക് വരികയാണ്. അങ്ങനെ അഭിഷേകം മാറുന്നു എന്ന് ഞാൻ
ഈ രാത്രി കരമടിച്ചു പറയാ, എന്നെ ഇട്ട് അത് വട്ടം ചുറ്റിപ്പിച്ച് എന്നെ മുൻപോട്ട് പുറകോട്ട് പോയാൽ അനുവദിക്കാതെ അവൻ എന്നെ അസ്വസ്ഥപ്പെടുത്തിയ ആ ഫെലിസ്ത്യന്റെ ശക്തിയോട് കടന്നിരിക്കേണ്ട ഒരു അഭിഷേക അധികാരം ശിംശോനെ പറഞ്ഞതുപോലെ ഇന്ന് രാത്രി ദൈവം കത്തട്ടെ, ആത്മാവിനെ കത്തട്ടെ, അഭിഷേകത്തെ കത്തട്ടെ, അഭിഷേകത്തെ ദൂത് കത്തട്ടെ. ഈ രാത്രി ദൂത് കേൾക്കുന്ന ആ ദൈവസഭയിൽ ജനത്തിന് ദൈവ ഓരോ ദൈവത്തിന്റെ മേല് ആ ദൈവ ദൂതമായി വരികയാണ്. ആര് കാലമൊന്നും പാല് ശ്രമിക്കരുത്. നിന്നെ കടക്കാരിയാക്കി, നിന്നെ കടക്കാരിയാക്കി അടിമയാക്കി വെച്ച് അവരെ മുന്നിൽ നീ ഒരു പ്രേക്ഷകമാക്കി മാറാൻ പിശാച് ശ്രമിക്കുമ്പോൾ ഈ രാത്രി പ്രവചിച്ചു പറയുന്നു, ഇന്ന് നീ അവിടെ മുമ്പാകെ തലമുടി നടക്കാൻ ഞാൻ സമ്മതിക്കില്ല. പകരം വീട്ടി ആ കട തീർത്ത് കൈകൾ കൊണ്ടുവിട്ടിരിക്കുന്നു. തോന്നി ചുമരുമാറിക്കാണ് ഒരത്ഭുത ഇന്ദ്രിയത്തെ ദൈവം ചെയ്യുന്ന വെളിപ്പാട് പരിശുദ്ധാത്മ കാണുന്നു. അത് ആത്മാവിൽ കരത്തെ വിശ്വസിപ്പോൾ അത് നിയോഗമുള്ളവർ അഭിഷേകത്താൽ കരത്തെ വിശ്വസിച്ചാണ്. ക്രിസ്ത്യനുമായി ബന്ധമില്ല. ക്രിസ്ത്യൻ അത് പറഞ്ഞുകൊണ്ട് വേറാൻ പാടില്ല. ക്രിസ്ത്യൻ അതുമായിട്ട് ഞങ്ങൾ അടിമയാക്കാൻ പാടില്ല. അവൻ ക്രിസ്ത്യൻ 30 വസ്ത്രത്തിന് പേര് പറഞ്ഞുകൊണ്ട് അവൻ ഞങ്ങളുടെ പേര് കേറാൻ പാടില്ല. അതുകൊണ്ട് അവന് തിരിച്ചു പകരം വീട്ടേണ്ട ഒരു അഭിഷേക ദൈവാത്മാവിനെ നൽകിയിട്ടുണ്ട്. അതിന് ഞാൻ അവരെ തലമുറകളെ കൊണ്ട് ദൈവം പകരം വീട്ടുമെന്ന് ആത്മാവിനെ പ്രവചിക്കുന്നു. വേറെ നിയോഗം പ്രാപിക്കപ്പെട്ടവർ കരത്തട്ടി പറയോ. ഞാൻ രസകരമായ കാര്യം പറയാം. ഈ കടം തീർക്കാൻ പോയതോ അവൻ 30 വരെ കൊന്നതോ കടം തീർത്ത കാര്യമൊന്നും ആരറിഞ്ഞില്ല. അപ്പനും അറിഞ്ഞില്ല, അമ്മയും അറിഞ്ഞില്ല. ഒന്നൊരു നന്മാൽ പറയാം, അവൻ ഫിലിസ്ത്യനോട് പകരം വീട്ടിയതോ അവൻ 30 വരെ കൊന്നതോ അതുമായിട്ട് ബന്ധപ്പെട്ട് കാര്യം ചെയ്തതോ സ്വന്തം പിതാവുമാരും അറിഞ്ഞില്ല. അതിന്റെ അർത്ഥമുള്ളൊരു കാര്യം പറയാം, അപ്പന്റെ പേര് അമ്മ പേര് അവൻ കിടക്കുന്ന ചില അടിമ ചങ്ങല പൊട്ടിക്കാനാണ് അവൻ മകനെ ദൈവാത്മ കണ്ടത്. ഞാൻ എന്നോട് പറയാ, നാം അറിയാതെ ഒരു പ്രാർത്ഥിക്കുന്ന തലമുറ എഴുന്നേൽക്കട്ടെ. അവൻ നാം അറിയാതെ പോരാടുന്ന ഒരു തലമുറ എഴുന്നേൽക്കട്ടെ. നാം അറിയാതെ ഉപവസിക്കുന്ന അവൻ തലമുറ എഴുന്നേൽക്കട്ടെ. അവൻ നാം അറിയാതെ ആത്മാവ് ജയമെടുക്കുന്ന അവൻ തലമുറ എഴുന്നേൽക്കട്ടെ. നാം അറിയാതെ സാത്താനോട് തലമുറ എഴുന്നേൽക്കട്ടെ. ശിംശോൻ ആ കാര്യം ചെയ്ത കാര്യം അവൻ മാതാവ് പിതാവ് അറിഞ്ഞില്ല എന്ന് ഈ രാത്രി ആത്മാവ് പറയാം. എനിക്ക് ദൈവം കണ്ട അവൻ തലമുറകൾ സാത്താന്റെ കിടന്ന് അരിപ്പാനുള്ള അവൻ തലമുറകളാണ്. അക്കാര്യം ഒന്ന് ചേർത്തടിച്ച് ഒരു പ്രാവശ്യം നന്ദി പറയാം. ദൈവം അങ്ങനെ തന്നിരിക്കുന്ന തലമുറയെ ഓർത്ത്, അങ്ങനെ തന്നിരിക്കുന്ന തലമുറയെ ഓർത്ത്, അങ്ങനെ തലമുറയെ ഓർത്ത് പിതാവിനെ കൈത്താങ്ങ് ചെയ്യാം, മാതാവിനെ കൈത്താങ്ങ് ചെയ്യാം. എന്റെ അപ്പന്റെ അമ്മയുടെ അടിമത്തം മാറ്റാൻ, അത് ഞാൻ ഇസ്രായേലിന്റെ അടിമത്തം മാറ്റാൻ ദൈവം എന്റെ അപ്പോയെ ചെലവിക്കുന്നു എന്ന വെളിപ്പാട് പ്രാപിച്ച ശിംശോൻ തിരിഞ്ഞുപോയി നോക്കാനവന് ഭയമില്ലാത്തവനായി 30 ഫെലിസ്ത്യരെ അവൻ നാശിപ്പിച്ചതുപോലെ ഒരാത്മാവ് അധികാരം ഇന്ന് രാത്രി ദൈവസഭയ്ക്ക് ദൈവം കൈമാറുകയാണ്. രണ്ടാമത്തെ അവൻ തന്റെ പകരം വീട്ടിൽ 15-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യം, 15-ന്റെ 3-ാമത്തെ വാക്യം വായിച്ചേ. അതിന് ശിംശോൻ, ഇപ്പോൾ ഫെലിസ്ത്യർക്ക് ദോഷം ചെയ്ത ഞാൻ കുറ്റക്കാരനല്ല എന്ന് പറഞ്ഞു. ശിംശോൻ പോയി 300 കുറുക്കന്മാരെ പിടിച്ചു വാലോട് വാൽ ചേർത്ത് പന്തമെടുത്ത് ഈ 2 വാലിനിടയിൽ ഓരോ പന്തം വെച്ച് കെട്ടി പന്തത്തിന് തീ കൊളുത്തി ഫെലിസ്ത്യരുടെ വെളിവിലേക്ക് വിട്ടു. കച്ചയും വിളയും ഒലിവുതോട്ടങ്ങളും എല്ലാം ചുട്ടുകളഞ്ഞു.
ഈ ചെയ്തത് ആരെന്ന് ഫെലിസ്ത്യർ അന്വേഷിച്ചാലേ തിമ്നാക്കാരന്റെ മരുമകൻ ശിംശോൻ അവന്റെ ഭാര്യ അവരെടുത്ത് തോളിനെടുത്ത് കളഞ്ഞു എന്ന് അവർക്ക് അറിവ് കിട്ടി. ഫെലിസ്ത്യർ ചെന്ന് അവളെയും അവളുടെ അപ്പനെയും തീയിട്ട് ചുട്ടുകളഞ്ഞു. അപ്പോൾ ശിംശോൻ അവരോട്, നിങ്ങൾ ഈ വിധം ചെയ്യുന്നുവെങ്കിൽ ഞാൻ നിങ്ങളെ പ്രതികാരം ചെയ്യാതെ വിടുകയില്ല എന്ന് പറഞ്ഞ് അവരെ കഠിനമായി അടിച്ച് തുടയും നടുവും തകർത്ത് കളഞ്ഞു. പിന്നെ അവൻ ഏതാപ്പാരുടെ ഗഹ്വരത്തിൽ പാർത്തു. ഒന്നാമത്തെ പ്രതികാരം നാം വായിച്ചു 14-ാമത്തെ അധ്യായത്തിന്റെ 19-ാമത്തെ വാക്യം. രണ്ടാമത്തെ പ്രതികാരമാണ് 15-ാമത്തെ അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യം മുതൽ. ഓർത്തോണം, അവൻ ദൈവ ജനത്തെ 40 വർഷം അടിമയാക്കി വെച്ചു. അനങ്ങാൻ പറ്റാതെ വണ്ണം അവരെ ഒതുക്കി, ഒരു സ്വാതന്ത്ര്യം പോലും കൊടുക്കാതെ വണ്ണം അവരെ വെട്ടി വെച്ച ഇസ്രായേലിനെ ഒതുക്കി വെച്ച പറക്കേണ്ട പക്ഷിയുടെ തൂവലുകളെ മൊത്തം പാറ്റിയിട്ട് ശൂന്യമാക്കി വെച്ച ആ ഫെലിസ്ത്യനോട് പകരം നീക്കാൻ ചെയ്ത രണ്ടാമത്തെ പകരമാണ് 300 കുറുക്കന്മാരെ എന്തു പിടിച്ചു. നിങ്ങളൊരു കാര്യം പറ, അച്ഛാ, ഒരു നായെ നമുക്ക് പിടിക്കാൻ കപ്പാസിറ്റി ഉണ്ടോ? അതുകൊണ്ടാണ് നമ്മുടെ കോർപ്പറേഷൻ കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ സ്ഥലത്ത് വന്ന് വലയും കൊണ്ട് നടക്കുകയാണ് കോർപ്പറേഷൻ വണ്ടിയും. കുറെ വലയും രാത്രിയൊക്കെ ഞാൻ 5 മണിക്ക് ഞാൻ ചർച്ചിലോട്ട് വരുന്ന സമയത്ത് ഒരു 10-20 നായ്ക്കൾ ആ ജംഗ്ഷന്റെ നിരന്നങ്ങനെ കിടക്കും. രാവിലെ വെളുപ്പാക്കാനും. അപ്പൊ അതിൽ ആരെ പറ്റി പറഞ്ഞുകൊണ്ടായിരിക്കാം അവർ വന്ന് കുറെ കിട്ടേണ്ട കൊണ്ടുപോയി, മറ്റെല്ലാം പോയിട്ടായി തോന്നുന്നു. ഇനി കുറുക്കന്റെ കാര്യം അതല്ല. ഈ കുറുക്കന്റെ കാര്യം എന്ന് പറഞ്ഞാൽ അതിനെക്കാട്ടി ഒന്നാമത് കുറുക്കന്റെ സ്വഭാവം തന്നെ ഏതാ? കുറുക്കന്റെ സ്വഭാവം എന്താ? കുറുക്കന്റെ സ്വഭാവം എന്നൊക്കെ പറഞ്ഞ അർത്ഥത്തെ അങ്ങനെ പറഞ്ഞു, ഞാൻ കേട്ടില്ല കേട്ടോ, സോറി കേട്ടോ. അപ്പൊ ഞാൻ പറഞ്ഞത് അത് ഈ ഇങ്ങോട്ട് പോകുന്നതൊക്കെ പെടുത്തി ഞാൻ കൊണ്ടുപോയി എന്ന് പറഞ്ഞാൽ ഒരിക്കൽ പോലും കുറുക്കനെ കിട്ടാൻ സാധ്യത കുറവാണ്. പക്ഷേ ശിംശോന്റെ കയ്യിൽ ആര് വന്നു? ഇനി എന്റെ ഭാവന പറയാൻ ഈ എങ്ങനെ വന്നു? ബാലും കൊണ്ട് കെട്ടിക്കുന്നു പറഞ്ഞ് മനസ്സിലുണ്ട്. ഈ നമ്മുടെ വണ്ടി റിവേഴ്സത്ത് വരുന്ന പോലെയാണ് കുറുക്കന്മാർ റിവേഴ്സത്ത് വരികയാണ്. റിവേഴ്സ് അടിച്ച് വന്നിട്ട് നീ കെട്ടിക്കൂടെ എന്ന് പറഞ്ഞ് എന്ത് ചെയ്യാൻ പുള്ളിയെ കൊടുത്തു. എന്നിട്ട് അതിന്റെ ഇടയിൽ ഒരു പന്തം കെട്ടുന്നവരെ ആ നിന്നു. അപ്പൊ എന്റെ ചിന്ത, ദൈവം നമുക്ക് അനുകൂലമാണെങ്കിൽ ഏത് പ്രകൃതിയും ഏത് മൃഗവും നമ്മുടെ കൂടെ നിൽക്കുമെന്നാണ് അർത്ഥം. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ ദൂത് മറക്കരുത്. അത് 13-ാമത്തെ 25-ാമത്തെ വാക്യം എന്തെന്ന് ഞാൻ ചോദിച്ചാൽ നിങ്ങൾ കണ്ണു മടച്ച് എനിക്ക് പറഞ്ഞതാണ്. എന്താ കണ്ണു മടച്ച് പറയുന്നത്? ദൈവം എന്ന് പറഞ്ഞ ആത്മാവ് അവൻ എന്ത് ചെയ്തു? എന്തെങ്കിലും ഞാൻ പ്രസംഗിക്കുമ്പോൾ എന്തെങ്കിലും നിങ്ങളുടെ മനസ്സിൽ കിടക്കേണ്ടേ? സ്വതന്ത്രം വഹിക്കാൻ അത് ദൈവത്തിന്റെ ആത്മാവ് അവനെ ഉദ്ധരിപ്പിച്ചത് 1-ാമത്തെ തെളിവാണ് 14-19-ാം അധ്യായത്തിനകത്ത് 300 പേരെ കൊണ്ട് അവന്റെ വസ്ത്രം ഊരിയെടുത്ത് കൊണ്ടുവന്ന് കടന്നു കൊടുത്തു. രണ്ടാമത്തെ പ്രതികാരമാകുന്നു 300, മറ്റേ 30, ഇവിടെ 300. നിങ്ങൾ കണക്ക് നോക്കിക്കൊണ്ട് സ്വതന്ത്രം അത് 300 30 ആയി 300. ഇതൊക്കെ സംഖ്യാശാസ്ത്രമുണ്ട്, നമുക്ക് ഇതിപ്പോ പറയാൻ സമയമില്ല. അപ്പോൾ 30-ന്ന് 300-ലേക്ക് മാറി. 300 കുറുക്കന്മാരെ വാലോട് വാല് കൂട്ടിച്ചേർത്തിട്ട് തീപ്പത്ത് ഇറക്കി വെച്ചിട്ട് തീ കത്തിച്ചിട്ട് നേരെ ഗോതമ്പ് യവമുള്ള ഫിലിസ്ത്യന്റെ ഇവിടത്തേക്ക് അവന് കൃഷിയിടത്തേക്ക് കൊടുത്തു. അവന്റെ ഒലിവ് തോട്ടവും അവന്റെ ഗോതമ്പും അവന്റെ യവവും ഇതും ഇത് ആടെ വകയാ. ഈ ഒലിവ് തോട്ടം ആടെ വകയാ? ഇസ്രായേലിന്റെ വകയാ. ഈ ഗോതമ്പ് പണിയുടെ ആരുടെ വക? ഇസ്രായേലിന്റെ വകയാ. അവർ ഉപയോഗിക്കുന്ന സകല കൃഷിത്തോട്ടം ഇസ്രായേലിന്റെ വകയാണ്. 40 വർഷമായിട്ട് ഔദാര്യത്തെത്തിയ കൃഷി ചെയ്ത് അവര് മടങ്ങുന്നു. അവരെ പാവപ്പെട്ട ഇസ്രായേൽ മക്കൾക്ക് ഇവന്മാർ കൊയ്തിട്ട് പോകുമ്പോൾ ബാക്കി കിട്ടുന്ന കാല സ്വതന്ത്രം മിച്ചം കിട്ടുന്ന അത് പറയിക്കൊണ്ട് പോകുന്നു. അവകാശി ആരാ? ഇസ്രായേൽ മക്കൾ. ഇപ്പോൾ അവർക്ക് ലഭിച്ചത് എന്താണ്? കാല മറക്കുക.
ഇതൊക്കെ കർത്താവിന് അടങ്ങാൻ പറ്റില്ല കേട്ടോ. എന്റെ ദൈവത്തിന് ഞാൻ പലപ്പോഴും ആ വാക്ക് വായിച്ചിട്ട് കരുതിട്ടുണ്ട്. എന്റെ ദൈവത്തിന് തന്റെ മക്കൾ അനുഭവിക്കുന്ന നന്മകൾ ഒരിക്കലും അനുഭവിക്കാതിരിക്കുമ്പോൾ കണ്ടോട് നിൽക്കാൻ സർവശക്തനായ കരുണാമയനായ കർത്താവിനെ ഒരിക്കലും കണ്ടോണ്ടിരിക്കാൻ പറ്റില്ല കേട്ടോ. ഞാൻ ഒന്നുകൂടി ആത്മാവ് പറയാം. ദൈവം മനോഹയ്ക്ക് ഒരു ശിംശോനെ കൊടുത്തത് ദൈവഹിതത്താലായിരുന്നു. ഇന്ന് രാത്രി ഒന്നു പറയാം, നാം ഉപയോഗിക്കേണ്ട നന്മകൾ, നമ്മുടെ കുടുംബം ഉപയോഗിക്കേണ്ട അവകാശങ്ങൾ, നമ്മുടെ കുഞ്ഞുങ്ങൾ ഉപയോഗിക്കേണ്ട ഉയർച്ചകൾ, അത് മറ്റൊരു വ്യക്തി അനുഭവിക്കുന്നത് കാണുമ്പോൾ അത് സഹിക്കാൻ നമുക്ക് പറ്റുന്നില്ലെങ്കിൽ സർവകരുണാമയനായ ദൈവത്തിന് അത് കണ്ടോണ്ടിരിക്കാൻ പറ്റില്ല. ദൈവം പറഞ്ഞു, ശിംശോനെ നിന്റെ കൂടെ ഞാനുണ്ട്. അവൻ നീ പറയുമ്പോഴൊക്കെ ചെയ്യാൻ മൃഗങ്ങളോട് ഞാൻ കൽപ്പിച്ചിട്ടുണ്ട്. അവൻ 40 വർഷമായി നിങ്ങൾ അനുഭവിക്കാൻ നന്മകളല്ല അവന്മാർ അനുഭവിക്കുന്നതുകൊണ്ട് ഇനി എനിക്കൊരു കാരണവശാലും അവനെ മരിക്കാൻ പറ്റില്ല. എനിക്ക് അവരോട് പ്രതികാരം ചെയ്തേ പറ്റൂ. കത്തിക്കണ വിടാവട്ടെ ആമേ കൃഷിമത്തിലേക്ക്. കാര്യങ്ങൾ മനസ്സിലാവുന്നു. Praise the Lord. Praise the Lord. Praise the Lord. നമുക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ. Praise. ഞാൻ ഒന്നുകൂടി ആവർത്തിക്കാം. നമ്മൾ അനുഭവിക്കേണ്ടത് നമ്മൾ അനുഭവിക്കണം. ആർ കൊടുക്കരുത്? പരിസ്ഥിതിക്ക് കൊടുക്കരുത്. അത് നിർബന്ധമാണ്. അതുകൊണ്ട് ഈ വാക്ക് വെച്ച് കേട്ടിട്ട് വീട്ടിൽ പോയിട്ട് കിടന്ന് നാം ഉറങ്ങിക്കളയാതെ അല്പം ധ്യാനിച്ച് പ്രാർത്ഥിച്ച് ജയമെടുത്തിട്ട് വിശ്രമത്തിലേക്ക് പോകാവൂ. ഇതൊരു ദൈവ നിയോഗപ്രയാസമായതുകൊണ്ട് അത് അതുപോലെ തന്നെ ദൈവമക്കൾ സ്വീകരിക്കണമെന്ന് പരിശുദ്ധാത്മാവിൽ ആമയെ ഓർപ്പിക്കുന്നു. ദൈവാത്മാവ് പറഞ്ഞു, നീ കത്തിക്ക്. ഇനി ഫെലിസ്ത്യൻ നിങ്ങളുടെ മണ്ണിൽ കിടന്ന് അവര് സ്വത്തുണ്ടാക്കി ജീവിക്കണ്ട. നിങ്ങളുടെ മണ്ണ് നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങളുടെ അവകാശം നിങ്ങൾ ലഭിക്കും. കത്തിച്ചു വിട്ടു. കുറുക്കന്മാരല്ലേ കത്തല് വിട്ടു. ഒറ്റ കൂട്ടം. എവിടെയൊക്കെ മുന്തിരിത്തോട്ടമുണ്ടോ, എവിടെയൊക്കെ ഗോതമ്പും പാടങ്ങളും ഉണ്ടോ, അവിടെ മൊത്തം ഇപ്പൊ നോക്കുമ്പോൾ തീക്കോളമായി. എവിടെ പറ? ഫെലിസ്ത്യന്റെ തോട്ടത്തിനകത്തെല്ലാം തീക്കോളമായി. നിങ്ങൾ ആ വാക്ക് ഒന്നൊരു വായിക്കാൻ വേഗത്തിൽ പെട്ടെന്ന് വായിച്ചു വിട്ടോ. പെട്ടെന്ന് വായിക്കുക. 5-ാമത്തെ 12 തീ കൊളുത്തി വിളവിലേക്ക് വിട്ടു. കച്ചയും വിളയും ഒലിവ് തോട്ടങ്ങളുമെല്ലാം ചുട്ടു. ഇത് ചെയ്യുന്ന ആരെന്ന് ഫെലിസ്ത്യൻ അന്വേഷിച്ചാൽ തിമ്നാക്കാരന്റെ മരുമകൻ ശിംശോൻ. എന്താ ശിംശോൻ എന്ന വാക്കോട് വന്നത്? ശിംശോനെ കുറിച്ച് ശബ്ദം പറയണം എന്ന് പറഞ്ഞാൽ എല്ലാവരും നിനക്ക് അടിമയെന്ന് ഓർക്കരുത്. ഒരുത്തൻ നിനക്ക് വിരോധമെന്ന് തെളിയിക്കണം. നമുക്ക് പറയാം, ഫെലിസ്ത്യനെ എല്ലാവരും നിനക്ക് അടിമകളല്ല. അതിനകത്ത് ഒരുത്തനെ ഞാൻ നിനക്ക് വിരോധം എഴുന്നേൽപ്പിച്ചിട്ടുണ്ട്. അത് ഞാനാണ് എഴുന്നേൽപ്പിച്ചത്. ഇത് രാത്രി നമ്മൾ പറയാം, ഈ ഭാഷപ്രാപ്തി വിജയമാണ്, ഈ ഭാഷപ്രാപ്തി വിടുതലാണ്, ഈ ഭാഷപ്രാപ്തി അത്ഭുതമാണ്, ഈ ഭാഷപ്രാപ്തി ചങ്ങല അഴിയാണ്, ഈ ഭാഷപ്രാപ്തി അവകാശം പൊട്ടിമാറുകയാണ്. ഇത് നമ്മുടെ അവകാശത്തിന്റെ അവ ദുഷ്ടനെ ചെന്നു നീക്കാൻ പാടില്ല. അതുകൊണ്ട് ഈ ഭാഷപ്രാപ്തി വിജയമാണ്. പരിശുദ്ധാത്മാവ് പറയാം, ആമേൻ. ശിംശോന്റെ പേര് ഫെലിസ്ത്യൻ പറയത്തക്കവണ്ണം ദൈവത്തിന്റെ വചനങ്ങൾ അവനെ വെളിപ്പെടുന്നതുപോലെ നമ്മുടെ തലമുറകൾ ഇനി അവന്റെ അടിമയല്ല, നമ്മുടെ കുടുംബം അവർക്ക് അടിമയല്ല. അത് ഫെലിസ്ത്യന് വിരോധമായിട്ട് ഒരുത്തനെ ഉണ്ടെന്ന് ദൈവത്തിന് പരസ്യമായി തെളിയിക്കണം. നമ്മുടെ മലയാള ഭാഷയിൽ വാക്കുകൾ എല്ലാവരും പോങ്ങന്മാരൊന്നും അല്ല. ആണോ? എന്താ പോങ്ങെന്ന് പറഞ്ഞ? മന്ദബുദ്ധികളൊന്നും അല്ല. എല്ലാവരും മന്ദബുദ്ധികളൊന്നും അല്ല. എല്ലാം ശത്രു കാണുന്ന പോലെ എല്ലാവരും ഇസ്രായേൽ മക്കളുടെ മുമ്പിൽ ആരല്ല മന്ദബുദ്ധികളൊന്നും അല്ല. അതിനകത്തൊന്നും ആത്മനിയോഗം പ്രാപിക്കപ്പെട്ടവർ പരിജ്ഞാനത്തോട് കൈകാര്യം ചെയ്യാൻ തക്ക നിയോഗം പ്രാപിച്ചവരുണ്ട്. അവരെ കൊണ്ട് ദൈവം തിരിച്ചു പിടിപ്പിക്കും. മനസ്സിലാക്കുന്നുണ്ടോ? ഈ കാലം ഒരു അനുഗ്രഹിക്കുന്ന കാലമാണ്. ഈ കാലം ഒരു വിടുന്ന കാലമാണ്. ഈ കാലം ഒരു അത്ഭുത കാലമാണ്. ഇനി എന്നും നമ്മെ പിടിച്ച് കീശക്കാതിടാന്നൊക്കെ പിശാചിച്ചാൽ കിട്ടുന്ന കാലമല്ല. അതുകൊണ്ട് ആത്മാവിൽ പറയണം, രണ്ടാമത്തെ ഫെലിസ്ത്യനോടുള്ള പ്രതികാരം ശിംശോൻ ചെയ്ത് അത് തീഗോളമാക്കി മാറ്റി. ഒന്ന് രക്തകോളമാക്കി മാറ്റി, 2 തീഗോളമാക്കി മാറ്റി. ഒരു സ്വന്തം പറ. 300 പേരെ 300 പേരെ രക്തകോളമാക്കി മാറ്റി. ഇതാ 30 പേർ രക്തത്തിലേക്ക് ഇട്ടു. 300 കുതിരയെ കുറിക്കനെ കൊണ്ട് തീഗോളമാക്കി
ദൈവം തീർത്തു. പ്രതികാരത്തിന്റെ രണ്ടാമത്തെ പ്രതികാരം. ഇനി മൂന്നാമത്തെ പ്രതികാരം വായിക്കാം. 15 വായിച്ച 15 വേഗത്തിൽ. അവൻ ഒരു കഴുതയുടെ പച്ച താടിയെന്ന് കണ്ട് കൈ നീട്ടി എടുത്ത് അതുകൊണ്ട് 1000 പേരെ കൊന്നുകളഞ്ഞു. എത്ര പേര്? പറ, ഒന്നുകൂടെ പറ. 1000 പേര്. രണ്ടാമത്തത് 3 പറ. 3 30 2 300. ഇപ്പൊ 1000 വർധനമുണ്ടല്ലേ? ജയമുണ്ടല്ലേ? നിങ്ങൾ പറ. ആദ്യം 30 ജയിച്ചു, 2 300 ജയിച്ചു കയറി വന്നു. ഇപ്പോൾ 1000 നിങ്ങൾ എന്തെങ്കിലും പറയുന്ന സ്വന്തം പറ. എന്തുകൊണ്ട് ചെയ്തത്? എന്തുകൊണ്ട്? ഒരു പച്ച കഴുത താടി എല്ലുകൊണ്ട് കുന്നൊന്ന് കുന്ന് 2 എന്ന് പറഞ്ഞുകൊണ്ട് 1000 പേരെ അതിന് ശിംശോൻ പരുകൽ ചെയ്തു. നേരത്തെ ഓർത്തോണം, തിമ്നക്കാരന്റെ മരുമകനാണ് ആരാ? ശിംശോൻ. എന്റെ ചോദ്യം, എന്താ ഫെലിസ്ത്യൻ വന്ന് മരുമകനെ കൊല്ലാത്ത കാര്യം? ഫെലിസ്ത്യൻ ആരാന്ന് നോക്കിയപ്പോൾ തിമ്നക്കാരന്റെ മരുമകനാണ്. എങ്കിൽ പിന്നെ തിമ്നക്കാരന്റെ മരുമകൻ ശിംശോനെ കൊല്ലാൻ പറ്റാത്തത് നമ്മളല്ലോ. ആത്മാവ് അവൻ ജനിക്കുന്നതിന് മുമ്പേ തന്റെ അമ്മയോട് പറഞ്ഞു, ഇവൻ ഫെലിസ്ത്യന്റെ കയ്യിൽ നിന്നും എന്റെ ജനമായ ഇസ്രായേലിനെ പിടിപ്പിക്കേണ്ടതാണ്. ഞാനൊരു കാര്യം കൂടെ ഒരു വെളിപ്പാട് പറയാം. നമുക്ക് ദൈവത്തിന്റെ തലമുറ നോക്കിയിട്ട് പറയണം, ഞങ്ങളുടെ അടിമത്വത്തെ പൊട്ടിക്കാൻ ദൈവം ഞങ്ങൾക്ക് തന്ന തലമുറയാണ്. ഞങ്ങളുടെ ചങ്ങല അടിപ്പാൽ ഞങ്ങളുടെ തലമുറയാണ്. മാറ്റാൻ തന്ന തലമുറയാണ്. കരമുഖ സ്തോത്രം പറയാമോ? ദൈവം വിശ്വസ്തനാണ് കേട്ടോ. ദൈവം അത്ഭുതം ചെയ്യുന്ന വിശ്വസ്തനാണ്. ഒരു പ്രാവശ്യം കൂടി കരമുഖ കർത്താവിനെ സ്തോത്രം ചെയ്യാം. ഒരു പച്ച കഴുത താടി എല്ലുകൊണ്ട് കുന്നൊന്ന് കുന്ന് 2 എന്ന് പറഞ്ഞ് ശിംശോൻ എന്ത് ചെയ്തു? 1000 പേര് എന്ത് ചെയ്തു? കൊന്നു. അവിടെ ഒരു വാക്ക് കിടപ്പുണ്ട്, അവന്റെ കയ്യിൽ ഒന്നും കിടപ്പുണ്ടെന്ന് നോക്കി. ആമേൻ, സ്തോത്രം. വായിച്ചോ, വേഗം വായിച്ചോ, കണ്ടുപിടിച്ചോ. അവന്റെ കയ്യിൽ, എനിക്ക് ഇവിടെ റെഫറൻസ് മിസ്സായി പോയി, കണ്ടുപിടിക്കാൻ പറ്റുമെങ്കിൽ നോക്കി പറഞ്ഞാൽ, അവന്റെ കയ്യിൽ ഒന്നുമില്ലാതിരിക്കെ അവൻ എന്ത് ചെയ്തു? ഓക്കെ, ഞാനത് എവിടെയോ ഞാൻ നോട്ട് ചെയ്ത് വെച്ചു, പക്ഷേ പോയി. ഓക്കെ, അത് നിങ്ങൾക്ക് പിന്നെ ഞാൻ നിങ്ങൾ കണ്ടുപിടിച്ച ഇല്ലെങ്കിൽ അവയെ നമുക്ക് പിന്നെ കണ്ടുപിടിക്കാം. സ്തോത്രം. ഓക്കെ, കിട്ടിയോ? ഇല്ല, നിങ്ങൾ തിരികെ ഞാൻ പറഞ്ഞോളാം. അപ്പൊ പച്ച കഴുത താടി എല്ലുകൊണ്ട് കുന്നൊന്ന് കുന്ന് 2 എന്ന് പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്തു? ഫെലിസ്ത്യൻ അവരെ പകരം വീട്ടുവാൻ ദൈവത്തിന്റെ അവിടെ വായിച്ച് താഴോട്ട് വായിക്കും. 17-ാമത്തെ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞിട്ട് വായിച്ചേ. 14 വായിച്ചു. അപ്പോൾ യഹോവയുടെ ആത്മാവ് അവന്റെ മേൽ വന്നു, കയ്യിൽ ഒന്നുമില്ലാതിരിക്കെ അവൻ അതിനെ ഒരു ആട്ടിൻകുട്ടിയെ പോലെ കീറിക്കളഞ്ഞു. നമുക്ക് പിന്നെ പഠിക്കാം. മേളത്തെ വാക്യം ഒന്നൊരു വായിച്ചു. 17-ാമത്തെ വാക്യം, 15-17 വാക്യം ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞിട്ട് അവൻ താടിയിൽ കയ്യിൽ നിറഞ്ഞു കളഞ്ഞു. ആ സ്ഥലത്തിന് രാമത് ലേഹി എന്ന പേരാണ്. പിന്നെ അവൻ വളരെ ദാഹിച്ചിട്ട് യഹോവയോട് നിലവിളിച്ചു, അടിയന്റെ കയ്യാൽ ഈ മഹാജയം നീ നൽകിയല്ലോ. അടിയന്റെ കയ്യാൽ ആദ്യത്തെ 30 300 കുറുക്കന്മാരെ കൊണ്ട് തീവോളമാക്കി പകരം വീട്ടി. ഇപ്പോഴുള്ള പച്ചക്കട താടി എല്ലുകൊണ്ട് 1000 ഫെലിസ്ത്യ ശക്തികളെ കൊന്നു പിടിച്ചു. ഇത് പറഞ്ഞപ്പോൾ പറയുന്നു, കർത്താവേ, എനിക്ക് നീ എന്ത് തന്നു? ഒരു മഹാജയം. കരമൊന്ന് ഉയർത്തി പറയാ, മഹാജയം എന്ന് പറഞ്ഞാൽ ഈ ഭാഷ പ്രാർത്ഥന എന്റെ കുടുംബത്തിന് മഹാജയമാണ്. ഈ ഭാഷ പ്രാർത്ഥന എന്റെ സഭയ്ക്ക് മഹാജയമാണ്. എന്റെ ഈ ഭാഷ പ്രാർത്ഥന എന്റെ തലമുറകൾക്ക് മഹാജയമാണ്. ഞാൻ വെച്ചിരിക്കുന്ന പ്രാർത്ഥന വിഷയത്തിന് ഒരു മഹാജയമാണ്. ഞാൻ നിരക്ക് വെച്ച് കരഞ്ഞ വിഷയത്തിന് ഒരു മഹാജയമാണ്. അവനെ പരാജയത്തിന് വേണ്ടിയല്ല ഉപേക്ഷിപ്പിച്ചത്, അവനെ തോൽക്കാനല്ല ഉപേക്ഷിപ്പിച്ചത്. ദൈവം എനിക്ക് ഉപേക്ഷിച്ച് തന്നത് ഒരു മഹാജയം തരാനാണ്. ഇപ്പോൾ ഞാൻ ദാഹം കൊണ്ട് മരിച്ച് അഗ്നിചക്രയുടെ കയ്യിൽ വീഴണമോ എന്ന് പറഞ്ഞു. ഇല്ല, അടുത്ത വാക്യം. അപ്പോൾ ദൈവം ലേഖിയിൽ ഒരു കുഴി പിളരുമാറാക്കി. രാവിലെ സമയം
രാത്രി പറയണം. രാമൻ പറഞ്ഞു. ഞാൻ ചോദിക്കുന്നത്, ജോലി ചെയ്യുന്നവൻ കൂലിക്ക് എത്രയോ? ജോലി ചെയ്യുന്നവൻ എപ്പോഴും നീ ഫെലിസ്ത്യന്റെ കയ്യിൽ നിന്ന് ഇസ്രായേലിനെ വിടിവിക്കുന്നുവെങ്കിൽ നിന്റെ ജോലിയാണ് അത്. നീ എങ്ങനെ ചെയ്യുന്നു? കൃത്യനിഷ്ഠതയോടെ. ഞാൻ ഏൽപ്പിക്കപ്പെട്ട ഒരു മിഷൻ, ആ മിഷൻ ഒരു പ്രതിഫലിച്ച കൂടാതെ ഒരു വിശ്വസ്തത ചെയ്യുന്നതുകൊണ്ട് അവൻ നിനക്ക് ദാഹിക്കുമ്പോൾ വെള്ളം തരേണ്ട കടപ്പാട് അത് എന്റെ കടപ്പാട്. നമ്മള് 36-ാം അധ്യായം മറക്കരുത്, 33-ാം അധ്യായം മറക്കരുത്. ഏതാ? യശയാപ്രവചനം 33 മറക്കരുത്. അതിനകത്ത് ഒരു വാക്ക്, നിന്റെ അപ്പം നിനക്ക് കിട്ടും, നിനക്ക് വെള്ളം മുട്ടിപ്പോകുകയില്ല. വാസ്തവത്തിൽ ജോലി ചെയ്യുന്നവന്, ശുശ്രൂഷ ചെയ്യുന്നവന്, പോരാടുന്നവന് ദൈവം നന്മ കൊടുപ്പാൻ. ഞാൻ ആ വാക്ക് വായിച്ച കിട്ടിയ വാക്ക് എന്നറിയാമോ? അപ്പൊ ദൈവം ലേവിയിൽ ഒരു കുഴി. നിങ്ങൾ പറ, ആർക്ക് വേണ്ടി? ജോലി ചെയ്യുന്നവന് വേണ്ടി. അങ്ങനെ പറ, ജോലി ചെയ്യുന്നതിന് വേണ്ടി, ശുശ്രൂഷ ചെയ്യുന്നതിന് വേണ്ടി, പോരാടുന്നതിന് വേണ്ടി പറ. ദൈവം പറ, ആ വാക്ക് ധൈര്യത്തിൽ പറ ജീസസ് പറ. ദൈവം പറ. ദൈവത്തിനുമാകെ പോരാടി ശുശ്രൂഷിക്കുന്ന വ്യക്തിക്ക് വേണ്ടി, ദൈവത്തിന്റെ ദൗത്യം ചെയ്യുന്നവർക്ക് വേണ്ടി അവൻ അല്പം ഒന്ന് ദാഹിച്ചാൽ മറ്റൊരു കിണറ്റിൽ പോയി, ഫെലിസ്ത്യന്റെ കിണറ്റിൽ പോയി നീ കുടിച്ച അവനെ അഗ്നി ചർമ്മീതായ വെള്ളം നീ കുടിച്ച് നീ മഞ്ഞമാകേണ്ട ആവശ്യമില്ല. ഞാൻ നിനക്ക് വേണ്ടി ഫ്രഷ് വാട്ടർ ഞാൻ നിനക്ക് കുടിച്ചു തരുമെന്ന് പരിശുദ്ധാത്മാവെങ്കിൽ കരമടിച്ചു പറഞ്ഞാവേ. ദൈവഹിതമില്ലാത്ത നന്മയോ, ദൈവമില്ലാത്ത വെള്ളമോ, ദൈവമില്ലാത്ത അപ്പമോ അവൻ ഫെലിസ്ത്യനിൽ നിന്ന് അവൻ ശിംശോന് വേണ്ടെന്ന് ദൈവം തന്നെ ആ ദൗത്യത്തിൽ നിൽക്കുന്ന ശിംശോന് വേണ്ടി ഒരു ലേവിയിലേക്ക് ഒരു ദൈവമോ അവൻ പോറ്റി പിടിച്ചു വെച്ച അവന്റെ ദാഹത്തിരുപ്പാ ദൈവം ജലം കൊടുത്തുവെങ്കിൽ എത്രവർക്ക് ഇന്ന് രാത്രി ആ വെളിപ്പാടിന് മുമ്പാകെ കരമടിച്ചു സ്വീകരിക്കാൻ പറ്റും. ദൈവത്തിന് വേണ്ടി നിൽക്കുന്നതിന് വേണ്ടി അവൻ അല്പം ദാഹിച്ചാൽ, അവനൊപ്പം വേഷത്താൽ, അവനൊപ്പം ബുദ്ധിമുട്ടിയാൽ, അവനൊപ്പം വ്യാകുലപ്പെട്ടാൽ ദൈവം അവന് വേണ്ടി അവൻ നന്മ കൊടുക്കാതിരിക്കുമോ? ദൈവം അവന് ഉയർച്ച കൊടുക്കാതിരിക്കുമോ? ദൈവം അവന് നേട്ടം കൊടുക്കാതിരിക്കുമോ? ഫെലിസ്ത്യന്റെ അടിമത്തിൽ നിന്നും എന്നെ ഇസ്രായേലിനെ വിടുവിപ്പാൻ ഞാൻ അയച്ചിരിക്കുന്ന ശിംശോന് വേണ്ടി ഞാൻ അത്ഭുതം ചെയ്യാതിരിക്കുമോ? അവനൊപ്പം ദാഹിച്ചാൽ, അവനൊപ്പം വേഷത്താൽ, അവനൊപ്പം മക്കളെ മറയ്ക്കാൻ ആഗ്രഹിച്ചാൽ ദൈവം ആയ ഞാൻ അവന് വേണ്ടി എല്ലാം കൊടുക്കുന്നു. സത്യം പറഞ്ഞ 2-3 മണിക്കൂർ എന്നെ ശുശ്രൂഷിക്കേണ്ട വെളിപ്പാടാണ്. ഞാനതിന്റെ കവിവാചകത്തിൽ ആ വാക്ക് പറഞ്ഞ് പ്രാർത്ഥിക്കാം. ലേഹിയിൽ ദൈവം പറഞ്ഞിട്ട് അഗ്രചർമ്മയിൽ വീട്ടിൽ നിന്ന് ഒരു ഗ്ലാസ് വെള്ളം അവർ കുഴിച്ച കുഴിയിൽ നിന്നും വെള്ളം കുടിക്കേണ്ട. ഞങ്ങൾക്ക് വേണ്ടി ഒരു 2026 മെയ് മാസം 22-ാം തീയതി ഞാനിതുകൊണ്ട് നെയ്മൊക്കെ പറയുമ്പോൾ നമുക്ക് വേണ്ടി പിശാചിനോടും പൈശാചക്തിയോടും പോരാടി ജയിച്ചതുകൊണ്ട് ഒരു മഹാജയം ഉണ്ടാക്കി തന്നുകൊണ്ട് അവന് വേണ്ടി ഒരു വെള്ളം ഒരു കിടക്കത്താൻ തുറപ്പിക്കും. ഇതുവരെ കുറിച്ച് തോന്നാം. കുഞ്ഞുങ്ങളെ, ദൈവമക്കളെ, ദൈവശബ്ദം കേൾക്കുന്നവരെ, നിങ്ങൾ പോരാടിയത്. ഞാനൊരു കാര്യം കൂടി സ്ഥാപിക്കാം. കാര്യം ഒരു വാക്യം കൂടി സ്ഥാപിച്ചെങ്കിൽ അതിനകത്ത് വാക്കുകൾ വായിച്ചേ. 2 അധ്യായത്തിന്റെ 22-ാമത്തെ വാക്യം വായിച്ചത് 25-ാമത്തെ വാക്യം പെട്ടെന്ന് വായിച്ചു. അവർ പാടി സ്തുതിച്ചു തുടങ്ങിയപ്പോൾ യഹോവ യഹൂദയ്ക്ക് വിരോധമായി വന്ന അമ്മോന്യരുടെയും മോവാബികളുടെയും സെയീർ പർവ്വതക്കാരുടെ നേരെ പതിയിരിപ്പുകാരെ വരുത്തി. അങ്ങനെ അവർ തോറ്റുപോയി. അപ്പോ ആരാധിച്ചു തോൽപ്പിച്ചു. ആരെ? മോവാബിലെ, അമ്മോന്യരെ, മെയ്യൂരെ തോൽപ്പിച്ചു. ആർക്ക് വിരോധം വന്നു? യഹൂദയ്ക്ക് വിരോധം കൊണ്ട് ആരാധിച്ചു തോൽപ്പിച്ചു. അങ്ങനെ തോൽപ്പിച്ച വ്യക്തിക്ക് ഒരു ദൈവത്തിൽ ഒരു എന്ത് കൊടുക്കണം? ഒരു പകരം, ഒരു സമ്മാനം കൊടുക്കണം. 25-ാമത്തെ വാക്യം വായിച്ചു. അവന്റെ പടജനവും അവരെ കൊള്ളയിടുവാൻ വന്നപ്പോൾ യഹോശാഫാത്തും, ആ വാക്യം അങ്ങനെ വായിക്കുക. യഹോശാഫാത്തും, കണ്ണാടി ശരിയല്ല, പെട്ടെന്ന് കണ്ണാടി മാറ്റണം. യഹോശാഫാത്തും അവരുടെ പടജനവും അവരെ കൊള്ളയിടുവാൻ വന്നപ്പോൾ അവരുടെ ഇടയിൽ അനവധി സമ്പത്തും വസ്ത്രവും വിശേഷ വസ്തുക്കളും
ആയുധങ്ങളും കണ്ടെത്തി. അടുത്ത വാക്യം. തങ്ങൾക്ക് ചുമപ്പാൻ കഴിയുന്നതും അധികം ഊരിയെടുത്തു. അടുത്ത വാക്യം. കൊള്ള അധികമായതുകൊണ്ട് അവർ 3 ദിവസം അവരുടെ അടവ് സമ്പത്ത്, വസ്ത്രം, വിശേഷ വസ്തുക്കൾ ഇവ മൊത്തം ജയിച്ച് ചാത്താൻ തോൽപ്പിച്ചു വന്നവർക്ക് എന്താ കൊടുത്തു? സമ്മാനം കൊടുത്തു. കിട്ടിയ മനസ്സിലാകുന്നുണ്ടോ? എന്ത് മനസ്സിലായി എന്ന് പറഞ്ഞാൽ സാത്താൻ തോൽപ്പിക്കുന്ന യേശുവിനെ കുറിച്ച് വാക്കാണ് മനുഷ്യപുത്ര പ്രത്യക്ഷനായത് സാത്താനെ തോൽപ്പിപ്പാനല്ലോ മനുഷ്യപുത്രൻ എന്ന സാത്താനെ കെട്ടഴിപ്പാൻ, സാത്താനെ ബന്ധനം അഴിപ്പാനാണ് ദൈവം ക്രിസ്തു ലോകത്തിൽ പ്രത്യക്ഷമായത്. അതുകൊണ്ട് രാത്രി നമ്മുടെ ദൗത്യം സാത്താന്റെ കെട്ട് അഴിപ്പാനാണ് ദൈവം നമ്മെ ആക്കി. അങ്ങനെ സാത്താന്റെ കെട്ടിനെ നാം അഴിച്ചിട്ടുണ്ടെങ്കിൽ സമ്മാനങ്ങളുടെ പെരുമഴയായിരിക്കാം, ഗിഫ്റ്റുകളുടെ പെരുമഴയായിരിക്കാം. ഈ രാത്രി ആത്മാവ് പറയാ, ശിംശോൻ പോരാടിയതുകൊണ്ട്, ശിംശോൻ ഫെലിസ്ത്യരുടെ കയ്യിൽ നിന്നും ഇസ്രായേലിനെ വിടുവിക്കുന്നതുകൊണ്ട് ദൈവം അവന് വേണ്ടി ലേഖിയിൽ ഒരു കിണർ പിളർമാറാക്കി. അവൻ ഫ്രഷ് വാട്ടർ ആരും ഉപയോഗിക്കാത്ത ഒരു നന്മ ദൈവം അവന് വേണ്ടി തുറന്നു കൊടുത്തു. കരമടിച്ച് സ്വന്തം ചെയ്യാമോ? പറയാം 2026 കഴിയുന്നത് തന്നെ സമ്മാനങ്ങൾ 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 സമ്മാനങ്ങൾ. അത് ഗിഫ്റ്റുകൾ ഗിഫ്റ്റുകൾ ഗിഫ്റ്റുകൾ. അത് വീട് നിറച്ച് കുടുംബം നിറച്ച് ദൈവം തരാൻ പോവുകയാണ്. അത് സമ്മാനങ്ങൾ അത് തോൽപ്പിച്ചതുകൊണ്ട്, അത് സമ്മാനങ്ങൾ കഴിച്ചതുകൊണ്ട്, അങ്ങനെ സമ്മാനങ്ങളുമായി അവ അനവധി ഉയർച്ചകളുമായി അനവധി നേട്ടങ്ങളുമായി അത് നിൽക്കത്തക്ക നിലയിൽ അങ്ങനെ സമ്മാനം തരികയാണ്. അങ്ങനെ ഗിഫ്റ്റിന്റെ വാങ്ങത്തക്കവന് അത് ശിംശോനേ നീ സമ്മാനത്തിന് യോഗ്യനാണ്. നീ ഫെലിസ്ത്യരെ തോൽപ്പിച്ചുകൊണ്ട് അത് നീ സമ്മാനത്തിന് യോഗ്യനാണ്. ചിതമലകലകലം ശബ്ദനാദനം ശമഖലാദനം. വേഗത്തിൽ 4-ാമത്തെ കാര്യം പറയട്ടെ. 16-ാമത്തെ 28-ാമത്തെ വാക്യം. 16-28-ാമത്തെ വാക്യം. അപ്പോൾ ശിംശോൻ വായിക്കുക. അപ്പോൾ ശിംശോൻ യഹോവയോട് പ്രാർത്ഥിച്ചു, കർത്താവായ യഹോവേ, എന്നെ ഓർക്കണമേ. ദൈവമേ, ഞാൻ രണ്ട് കണ്ണിനും വേണ്ടി ഫെലിസ്ത്യരോട് പ്രതികാരം ചെയ്യേണ്ടത് ഒരു പ്രാവശ്യം മാത്രം എനിക്ക് ശക്തി നൽകണമേ എന്ന് പറഞ്ഞു. ക്ഷേത്രം നിൽക്കുന്ന 2 നടുത്തോടും ഒന്ന് വലങ്കൈ കൊണ്ടും മറ്റൊന്ന് ഇടങ്കൈ കൊണ്ടും ശിംശോൻ പിടിച്ച് അവയോട് ചാരി, ഞാൻ ഫെലിസ്ത്യരോട് കൂടെ മരിക്കട്ടെ എന്ന് ശിംശോൻ പറഞ്ഞ് ശക്തിയോടെ കുടിഞ്ഞു. ഉടനെ ക്ഷേത്രം അതിലുള്ള പ്രഭുക്കന്മാരുടെയും സകല ജനത്തിന്റെയും മേൽ വീണു. അങ്ങനെ അവൻ മരണസമയത്ത് കൊന്നവർ ജീവകാലത്ത് കൊന്നവരെക്കാൾ അധികമായിരുന്നു. എത്രാമത്തെ പ്രതികരണമാണ്? അപ്പൊ ഞാൻ സിഎക്ക് ചോദിക്കും, ശിംശോന്റെ 4 പ്രതികരണം റെഫറൻസ് സഹിതം എനിക്ക് പറയാം. ഓൺലൈനിൽ പറഞ്ഞാൽ ഞാൻ സി ഇല്ലല്ലോ, ഞാൻ വീട്ടിലാണല്ലോ എന്ന് പറഞ്ഞ് രക്ഷപ്പെട്ടിരിക്കുക. അവിടെയും വരും സി സ്വതന്ത്രം ചെയ്യുക. ഓക്കെ, അപ്പൊ എന്താ പറഞ്ഞ 1-ാമത്തെ പ്രതികാരം 30 പേരെ കൊന്നിട്ട് വസ്ത്രമെടുത്തു രക്തക്കുളമാക്കി. 2-ാമത്തെ പ്രതികാരം അവ 300 കുരുക്കന്മാരെ വാളോട് വാൾ ചേർത്ത് വെച്ച് തീ കൊണ്ട മുന്നിട്ട് ഫെലിസ്ത്യരുടെ വിളവിലേക്ക് വെച്ചിട്ട് അവിടെ തീക്കോളമാക്കി വിട്ടു. 3-ാമത്തെ പ്രതികാരം പറഞ്ഞ് പച്ചക്കഴുത്താൽ എല്ലുകൊണ്ട് കൊന്നൊന്ന് കൊന്ന് 2 എന്ന് പറഞ്ഞുകൊണ്ട് 1000 പേര് കൊന്നങ്ങ് വന്ന് നിർത്തി. സ്വന്തം അല്പം അപാകത ജീവിതത്തിൽ വന്നത് ശരിയാണ് അല്ലേ? ഇവിടെ ഒരു വെളിപ്പാട് പറയാം. ഈ ദൈവകൃപയിൽ നിൽക്കുന്നവർ ഒതുക്കാൻ സാത്താൻ ഏത് റൂട്ടും കണ്ടുപിടിക്കും. സ്വന്തം അങ്ങനെ നമ്മുടെ അന്തരീക്ഷം കളയുന്നില്ല. പോസിറ്റീവ് എനർജി തന്നെ നിൽക്കട്ടെ, നെഗറ്റീവിലേക്ക് ഞാൻ പോകുന്നില്ല. 4-ാമത്തെ പ്രതികാരം ഇപ്രകാരമാകുന്നു, അവൻ ജീവിച്ചിരുന്ന സമയത്ത് കൊന്നവരേക്കാൾ അവന്റെ മരണസമയത്ത്. ആ വാക്ക് പറയുന്ന വാക്ക് എനിക്ക് ശിംശോൻ പറയാം, എനിക്ക് ആ ഫെലിസ്ത്യനോട് എന്ത് ചെയ്യണം?
പ്രതികാരം ചെയ്യണം. അതാ വാക്ക്, പ്രതികാരം ചെയ്യണം. ശിംശോൻ പറയാൻ എനിക്ക് ഫെലിസ്ത്യനോട് പ്രതികാരം ചെയ്യണം. നിനക്കറിയാമോ, 40 വർഷത്തെ പക ഒരു ചെറുബാലനെ കൊണ്ട് ദൈവാത്മാവ് ചെയ്യുകയാണ്. ഇവിടെ എല്ലാ ഉത്തരവാദിത്വം ഏറ്റെടുത്തെല്ലാം ആത്മാവാണ്. അവർ പറയും യഹോവയുടെ ആത്മാവ്, യഹോവയുടെ ആത്മാവ്, യഹോവയുടെ ആത്മാവ്. ഞാനൊരു ഹോംവർക്ക് കൂടി നിങ്ങൾക്ക് തരാം. ഞായറാഴ്ച വരുമ്പോൾ എനിക്ക് തിരിച്ചു പറഞ്ഞു തരണം. എന്താ ഹോംവർക്ക്? 13, 14, 15, 16 എന്നീ 3 അധ്യായത്തിനകത്ത് അശോച ആമേശ്വത്ര എത്ര പ്രാവശ്യം യഹോവയുടെ ആത്മാവെന്ന് കുറിച്ചിരിക്കുന്ന കാര്യം നിങ്ങൾ എനിക്കിപ്പോൾ നോക്കണ്ട. ആമേശ്വത്ര ഓൺലൈൻ നിർത്തുന്നവർക്കും ചെയ്യാറുണ്ട്. അപ്പം നിങ്ങളും എനിക്ക് അയച്ചു സ്വത്ര കഴിക്കാം. ആമേ. അപ്പോൾ അത് ഗ്രൂപ്പിൽ അയക്കാം, എന്റെ പേഴ്സണൽ അയക്കാം, ഗ്രൂപ്പിൽ അയച്ച് എല്ലാ കാര്യം സ്വത്ര കഴിക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞ അർത്ഥം ഈ 13, 14, 15, 16 എത്ര പ്രാവശ്യം യഹോവയുടെ ആത്മാവ് ശിംശോന്റെ മേൽ വന്നു. ഒരു സാധാരണ ദാൻ ഗോത്രക്കാരൻ, അഡ്രസ് ഇല്ലാത്ത കുടുംബം, വലിയ പ്രതാപത്തോടെ പറയാനില്ലാത്ത കുടുംബം. പക്ഷെ അമ്മയുടെ പ്രാർത്ഥനയാണ് ആ കുലത്തിൽ തന്നെ ദൈവം ശിംശോന് കൊടുത്ത് ആ കുലം അറിഞ്ഞത് ദാൻ ഗോത്രക്കാരനായ ശിംശോൻ എന്ന പേരിലാണ്. അത്രയ്ക്ക് ദൈവം ആർക്ക് വേണ്ടാത്ത ഗോത്രത്തെ ശിംശോനെ കൊണ്ട് ദൈവാത്മാവ് വേണമെന്നാക്കി മാറ്റി. പോരായെങ്കിൽ അനേകം പേടിക്കത്തക്ക നിലയിൽ ദൈവം കാര്യങ്ങളൊക്കെ ചെയ്യുന്ന അന്തരീക്ഷത്തിലേക്ക് മാറ്റി. ഇന്ന് രാത്രി ഓർത്തോണം, ദൈവത്തിന്റെ ഇടപെടലുകൾ വെളിപ്പെട്ട് വരികയാണ്. ആ ഇടപെടൽ വെളിപ്പെട്ട് വന്നിട്ട് ദൈവത്തിന്റെ ആത്മാവ് താൻ മരിക്കുന്ന സമയത്ത് തന്നെ ഫെലിസ്ത്യൻ മരിക്കുമ്പോൾ പ്രഭുക്കന്മാർ മരിക്കുന്ന കൂട്ടത്തിൽ അവർ മരിക്കത്തക്കവണ്ണം പ്രതികാരം ചെയ്ത് അവൻ ജീവിച്ചിരുന്ന സമയത്ത് കൊന്നവരേക്കാൾ അവൻ മരിക്കുന്ന സമയത്ത് കൊന്ന് കർത്താവിന്റെ മുമ്പാകെ പ്രതികാരം കൊടുത്തു. ഇന്ന് ഞാൻ ഇതിന്റെ ദൂതിന്റെ അവസാന ഘട്ടത്തിൽ ഞാൻ ഇത്രയും പറഞ്ഞത് പഴയ നിയമത്തിൽ നിന്നാണ് വാക്ക് വന്നത്. ഒരു പുതിയ നിയമം സ്ഥാപിച്ചിട്ട് ഞാൻ പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു. വായിക്കാം. എബ്രായലേഖനം 13-ാം അധ്യായത്തിന്റെ 32-ാമത്തെ വാക്യം. എബ്രായലേഖനം 11-ാം അധ്യായത്തിന്റെ 32-ാമത്തെ വാക്യം വായിച്ചു. ഇനി എന്ത് പറയണ്ടു? ഗിദ്യോൻ, ബാരാക്ക്, ശിംശോൻ, ഇഫ്താഹ്, ദാവീദ് എന്നിവരെയും ഒന്നുകൂടി ഗിബയോൻ, ബാരാക്ക്, ശിംശോൻ, ഇഫ്താഹ്, ദാവീദ് എന്നവരെയും ശമൂവേൽ മുതലായ പ്രവാചകന്മാരെ കുറിച്ച് വിവരിപ്പാൻ സമയം പോലെ. ഇവിടെ ആരുടെ പേര് വന്നു? ശിംശോന്റെ പേര് വന്നു. നമുക്ക് ഒരു വാക്ക് പറയാം. ദലീല നിമിത്തം തന്റെ കണ്ണുകൾ പൊട്ടിക്കപ്പെട്ടു. താനൊരു അടിമയായി മാറിയെങ്കിലും താൻ പ്രതികാരം ചെയ്തിട്ട് മരിച്ചു. പക്ഷെ ക്രിസ്തുവിന്റെ ലിസ്റ്റിൽ വന്നപ്പോൾ വിശ്വാസി വീരന്മാരുടെ പട്ടികയിൽ 6 പേരുണ്ട്. 40 വർഷത്തെ പ്രതികാരം ചുരുങ്ങിയ കാലം കൊണ്ട് ചെയ്തതാണ്. വിശ്വാസി വീരന്മാരുടെ പട്ടികയിൽ 6 പേര് വന്നത്. ശിംശോന്റെ പേര് വന്നത്. നമ്മൾ രാവിലെ മുതൽ ഒറ്റ ചിന്തയിലാണ് നിൽക്കുന്നത്. രാവിലെ മുതൽ ഈ വെളിപ്പാടിലാണ് നിൽക്കുന്ന വാക്ക്. അതുകൊണ്ട് മെമ്പറിക്കാത്ത വെളിപ്പാട് കിടക്കാൻ സാധ്യത 100% അതുകൊണ്ട് ഞാൻ പരിശുദ്ധം പറയാം. 40 വർഷത്തെ അടിമച്ചങ്ങലകൾ ഒരു ചെറുപാലിനെ കൊണ്ട് ദൈവാത്മാവ് പൊട്ടിച്ചതുപോലെ തന്നെ ഇന്ന് ഈ ഉപവാസ പ്രാർത്ഥനയിൽ നാം ദൈവസന്നിധിയിൽ ഇരുന്ന് ആത്മാവിൽ പ്രാർത്ഥിച്ച് പോരാടി മധ്യസ്ഥമിച്ച് ഈ ദൂത് നാം പ്രാപിച്ചു. ഇന്ന് രാത്രി പറയാം, അവൻ ചണനൂല് പോലെ ചങ്ങലകൾ അഴിഞ്ഞു മാറത്തക്കവണ്ണം, ചണനൂല് പോലെ കയറുകൾ പൊട്ടത്തക്കവണ്ണം. ഇവിടെ ഒരു വാക്കുണ്ട്, അവനെ പുതിയ കയറ് ബന്ധിച്ചു. പല ആവർത്തി ഫെലിസ്ത്യൻ വന്ന് പുതിയ കയറ് ബന്ധിച്ചു. ഈ പുതിയ കയർ എന്ന് പറയുമ്പോൾ മറക്കരുത്, ഓരോ പുതിയ പദ്ധതികളുമായിട്ട് സാധാരണ വരും. ചിലപ്പോൾ ഈ ഉപവാസ പ്രാർത്ഥനയ്ക്ക് നമ്മൾ ആശീർവാദം പറഞ്ഞ് വീട്ടിൽ പോകുമ്പോൾ നമ്മൾ ഈ ആത്മാവിൽ പോരാടി നല്ല ഉഷാറായിരിക്കുകയാണ്. നമുക്ക് നാം അറിയാത്ത മറ്റൊരു പ്ലാനുമായിട്ട് ഫെലിസ്ത്യൻ വരും. അവിടെ നമ്മൾ പരിജ്ഞാനത്തോടെ കൈകാര്യം ചെയ്യണം. കൈകാര്യം ചെയ്താൽ ഈ ശുശ്രൂഷ വിജയത്തിന് ശുശ്രൂഷയാണ്. മനസ്സിലാവുന്നുണ്ടോ? ഈ ഉപവാസം വിജയത്തിന് ശുശ്രൂഷ. എത്ര പേർക്ക് അതുകൂടെ മനസ്സിലായി? നിങ്ങൾക്ക് രാവിലെ മുതൽ നഷ്ടമായിട്ടോ? അയോ ആരെങ്കിലും അയച്ചാൽ അവൻ രാവിലെ മുതൽ ഉപവാസ പ്രാർത്ഥന നഷ്ടമായോ? മറ്റു ദൈവദാസൻ ശുശ്രൂഷിക്കേണ്ട സ്ഥാനത്താണ് നിങ്ങളുടെ പാസ്റ്റർ ഇത്രയും ശുശ്രൂഷിപ്പാടിയാക്കിയത്. എനിക്ക് നല്ല വിശ്വാസമുണ്ട് ഇത് ദൈവഹിതമാകാൻ സാധ്യതയുണ്ട്. ആത്മാവിൽ പറയാം, 40 വർഷത്തെ അടിമ ചങ്ങല മാറ്റാൻ ഒരു മനോഹരയുടെ മകനായ ശിംശോനെ, അത് ദാൻ ഗോത്രക്കാരനെ ദൈവാത്മാവ് എഴുന്നേൽപ്പിച്ചു വെക്ക്. ഞാൻ ആത്മാവിൽ പറഞ്ഞ് പ്രാർത്ഥിക്കാം. നമ്മുടെ പേരോ നമ്മുടെ അഡ്രസ്സോ ആർക്കും അറിയത്തില്ല. പക്ഷേ ഇനി അഡ്രസ്
ജീസസ് അറിയും. ഇനി നമ്മൾ പ്രസിദ്ധന്മാരായി മാറും. ഇനി നമ്മൾ ആരെന്ന് സമൂഹം തിരിച്ചറിയും. അവൻ നമ്മെ മാറ്റി നിർത്തിയിടുമ്പാകെ, നമ്മെ അവൻ വേണ്ടാന്ന് വെച്ചതുമ്പാകെ നാം ആരും തെളിയിക്കപ്പെടത്തക്ക നിലയിൽ ഈ മെസ്സേജുകൾ, ഈ ദൂതുകൾ അതിന്റെ വിജയത്തിലേക്ക് നിങ്ങൾ കൊണ്ടെത്തിച്ചു വരികയാണ്. അതുകൊണ്ട് ഇനി ശുദ്ധ വരത്തില്ല, ഇനി പരാജയത്തിലേക്ക് വീഴാൻ സാധ്യതയില്ല, നഷ്ടത്തിലേക്ക് പോകാൻ സാധ്യതയില്ല. അവൻ നമ്മൾ വിജയിച്ച 2 നിമിഷം കരം പിടിച്ച് ഈ ദൂതുകൾ വെച്ച് പറയാൻ നിർത്താതെ ആമേ അസ്ത്രങ്ങളുടെ കെട്ടുകള്, ആമേ അസ്ത്രങ്ങളുടെ കെട്ടുകള്, ആമേ കെട്ടുകള്, എത്രയുടെ കെട്ടുകൾ, ഗെറ്റിന്റെ കെട്ടുകൾ മൊത്തം, അവിടെ പ്രധാന കെട്ടുകൾ മൊത്തം പൊട്ടിക്കുവാൻ ദൈവം ശിശുവിന്റെ മേൽ ഒരു അധികാരവും ഒരു അഭിഷേകം പഴുതുപോലെ തന്നെ. അന്യഭാഷ